ഹലോ ഹായ് നമസ്കാരം, ഇറ്റ്സ് മീ ഷിബിങ്ങാട്സൻ ബറുവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സിനിമ കമ്പനി. തന്റെ സ്വതസിദ്ധമായിട്ടുള്ള കഴിവ് കൊണ്ട്, സ്വതസിദ്ധമായിട്ടുള്ള ശൈലി കൊണ്ട്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഓരോ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്ന ആ ഒരു രീതി കൊണ്ട് മലയാള പ്രേക്ഷക മനസ്സിൽ വളരെ പെട്ടെന്ന് ഇടം നേടിയ ഒരു വ്യക്തിത്വമാണ് ഇന്ന് എൻ്റെ മുന്നിലുള്ളത്. മലയാളത്തിന്റെ ഏറെ പ്രിയപ്പെട്ട നടി ശ്രീമതി ലീല കുളപ്പുള്ളി ലീല. കുളപ്പുള്ളി എന്ന് കണ്ടിട്ടുണ്ട്, ഞാൻ കുളപ്പുള്ളി ലീല എന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ രണ്ടിടത്ത് ഞാൻ ശ്രീ ലീല കുളപ്പുള്ളി എന്നാണ് കണ്ടിട്ടുള്ളത്. എന്താണ് ഈ കുളപ്പള്ളി? അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. കുളപ്പുള്ളി പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ അവിടെ കുറച്ചു കണ്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തങ്കമണി ചേച്ചിട്ട പേരാണ് കുളപ്പുള്ളി ലീല എന്നത്. ഞാൻ റേഡിയോ ഓഡീഷന് പോയിട്ട് അവിടെ വന്നപ്പോ ഞാൻ ലീല കൃഷ്ണകുമാറിനാണ് എഴുതി കൊടുത്തത്. പക്ഷെ ചേച്ചി ആ കൃഷ്ണകുമാറിനെ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ കുളപ്പുള്ളിയാക്കി. അതിപ്പോ ഒരു ഐശ്വര്യായി വന്നു. അതെ അതെ അതെ, ആ ഒരു പേര് വ്യത്യസ്തതയുണ്ട് അല്ലെ. കുളപ്പുള്ളി ലീല എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്വഭാവ നടികൾക്കായിരുന്നു പണ്ട് ഈ അടൂർ ഭവാനി, അതുപോലെ കവിയൂർ പൊന്നമ്മ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഈ സ്ഥലനാമകരണം ചേർത്ത് സ്വഭാവം. പക്ഷെ ചേച്ചി ഒരു സ്വഭാവ നടി ആയിരുന്നില്ല. ചേച്ചി കോമഡി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചേച്ചി കോമഡി കൈകാര്യം ചെയ്യുന്ന പോലെ മറ്റാരും ചെയ്യാത്ത രീതിയിലുള്ള ഞാൻ അതുകൊണ്ടാണ് ഇൻട്രോയിൽ തന്നെ പറഞ്ഞത്, തന്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ട്. സ്വഭാവ നടി ആയിരുന്നോ അറിയില്ല എനിക്ക്. അടൂർ ഭവാനി ചേച്ചി എല്ലാം ചെയ്തിട്ട് എല്ലാ ടൈപ്പ് കഥാപാത്രങ്ങളും ചെയ്യുമായിരുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നു അവസാന നിമിഷമൊക്കെ ഇപ്പം സ്വഭാവ നടിയായിട്ട് തന്നെയല്ലേ പൊക്കോണ്ടിരുന്നത്. ആയിരുന്നു. കവിയൂർ പൊന്നമ്മ പിന്നെ പറയണ്ടല്ലോ. ചേച്ചി പിന്നെ ശരിക്കും തന്നെയാണ്. അപ്പൊ ചേച്ചി എങ്ങനെയാണ് ഈ കോമഡി കഥാപാത്രങ്ങൾ കൂടുതൽ ചെയ്യാൻ? എനിക്ക് തോന്നുന്നു ഇപ്പോഴും എനിക്കൊക്കെ മനസ്സിൽ ഓർമ്മ വരുന്ന കസ്തൂരിമാല കഥാപാത്രമാണ്. അടിച്ച് തമ്പൂറാക്കി എന്ന് പറയുന്ന സീനൊക്കെ, അതൊക്കെ ഭയങ്കര ഇപ്പോഴും ജനങ്ങൾ കണ്ടു ചിരിക്കുന്ന കുറെ കഥാപാത്രങ്ങളാണ് ചേച്ചി. അതുപോലെ തന്നെ ബസ് കണ്ടക്ടറിലെ കഥാപാത്രം, അതുപോലെ പറയാൻ പറ്റുന്നത് നമ്മുടെ എന്താണ് പുലിവാൽ കല്യാണത്തിലെ കഥാപാത്രം. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചേച്ചിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കഥാപാത്രത്തിലേക്ക് മാത്രം ചേച്ചീനെ കൊണ്ടേ തള്ളിയിട്ടു എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ മലയാള സിനിമ? അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഞാൻ ചെയ്യുന്ന കഥാപാത്രം എന്നെക്കാളും നന്നായി ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ എന്നെ അതിലേക്ക് കിട്ടി. അപ്പൊ അവർക്ക് തോന്നി ഞാൻ ചെയ്യുന്നത് അവർക്ക് നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അരി മേടിച്ചു പോണു. എനിക്ക് ഇന്ന ക്യാരക്ടർ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ വേണം. അല്ലാണ്ട് വെറുതെ നിന്ന് 2 ഡയലോഗും പറഞ്ഞ് കാശ് മേടിച്ചു പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ തമിഴിൽ ചെന്നപ്പം അവര് പറഞ്ഞ് ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് നിങ്ങളെ അവര് കണ്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. കാര്യം അവിടെ ചെയ്ത് കണ്ടിട്ടല്ലേ നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് വെച്ചു. അല്ലാണ്ട് നമുക്ക് അവരെ നമ്മൾ മലയാളത്തിൽ കിട്ടാൻ പറ്റൂലല്ലോ. കാരണം ഞാൻ മലയാളത്തിൽ വന്ന് വർക്ക് കസ്തൂരിമാനാണ് എനിക്ക് തമിഴിലേക്ക് എൻട്രി. അതൊരു ഒന്നൊന്നര കഥാപാത്രമായിരുന്നു. അതായത് സാറ്, പക്ഷെ ഞാൻ ലോഹി സാറിന്റെ സൂത്രധാരൻ ചെയ്തിട്ടുണ്ട് സലീംകുമാറിന്റെ അമ്മയായിട്ട്. എന്റെ ചെറിയ റോളായിരുന്നു. സിനിമയിലെ ആദ്യത്തെ മകനാണ്. അതായത് ദിലീപ് ഹോമിയോ മരുന്നായിട്ട് വന്നു. ഞാൻ നാടകത്തിൽ വന്ന സമയമാണ്. അപ്പൊ ആദ്യത്തിലൊരു പ്രാവശ്യം വിളിച്ചപ്പോ ഞാൻ എനിക്കന്ന് നാടകമുണ്ട്. പിന്നെ വിളിച്ച ഒറ്റപ്പാലം ഒരു ഹോസ്പിറ്റലായിരുന്നു, അത് അടച്ചിട്ടൊരു ഹോസ്പിറ്റൽ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം ഞാൻ പോയി. അന്ന് നാടകമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് സലീംകുമാർ തമിഴിനാന്നാ വിചാരിച്ചത്. അപ്പൊ ദിലീപ പറഞ്ഞത് അങ്ങനെ. പിന്നെ സലീംകുമാറിന്റെ അമ്മയായിട്ടാണ്. സിനിമയിൽ എന്റെ ആദ്യത്തെ മകൻ സലീംകുമാറാണ്. പിന്നെ ഒരുപാട് വലിയ രജനി സാറിന്റെ മുത്തശ്ശി വരെയായി. അല്ല, സലീം കുമാറേട്ടന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കുറച്ച് അനുഭവങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും അതുല്യനായ ഒരു കലാകാരൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു. അത് മാത്രമല്ല അദ്ദേഹത്തിന് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ കേരളമൊക്കെ ഈ മതഭ്രാന്തിന്റെ പിടിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം കൃത്യമായ നിലപാടുകൾ, ആ കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാടുകൾ അദ്ദേഹം എപ്പോഴും തുറന്നു കാട്ടിയിട്ടുണ്ട്. അതല്ല, എല്ലാം കൊണ്ടും ഒരു നല്ല മനുഷ്യൻ തന്നെയാണ് പുള്ളി. കാരണം പുള്ളിനെ ഒറ്റ നോട്ടത്തിൽ കാണുന്ന പുള്ളിയുടെ സംസാരം, പുള്ളി എന്താ വെച്ചാൽ പറഞ്ഞ പോലെ നേരെ പോകുന്നുള്ളതേ ഉള്ളൂ. ഒരാൾക്ക് വേണ്ടിയിട്ട് ചൂട്ടുപിടിക്കുന്ന സ്വഭാവമൊന്നും പുള്ളിക്കില്ല. അതുപോലെ കോമഡിക്കാണെങ്കിൽ അതിലും അതെ. എന്നോട് പറയും, അദ്ദേഹം സിനിമയിലത്തെ ആദ്യത്തെ മകനാണ് ഞാൻ കേട്ടോ. ഇനി വേറെ വലിയ മക്കളൊക്കെ വരുമ്പോ ഞാൻ മകനല്ലാതെ അങ്ങനെ പറഞ്ഞൊരു കുന്നളി ഞാൻ എന്നൊക്കെ. അതുപോലെ പുള്ളി തന്നെ. കാരണം ഞാൻ സലീംകുമാർ അഭിനയിച്ച സമയത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് മനോരമ തോന്നുന്നു ഒരു കോമഡി സംഭവത്തിൽ പോയപ്പം പുള്ളി തന്നെ പറയണ എല്ലാവരോടും, സിനിമയില് ആദ്യത്തെ മകനാണ് ഞാൻ, എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചതാ.
ഇപ്പൊ ഞാൻ അന്ന് ആരുമല്ല അമ്മയായിട്ട് അഭിനയിച്ച സമയത്ത്. അപ്പൊ പുള്ളി ഇത് പറയണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ മനസ്സിന്റെ വലിപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോഴിപ്പോ നിങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ അതൊന്നും എന്റെ കഴിവല്ല. ഭഗവാൻ തന്നൊരു അനുഗ്രഹം, എന്റെ അമ്മയുടെ അനുഗ്രഹം. എന്റെ അമ്മയ്ക്ക് നാഴി കഞ്ഞി കൊടുക്കാൻ ഈശ്വരൻ തന്നൊരു വഴി, അത്ര മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഞാൻ ഇന്നും സീനിയർ ഫീൽഡ് നഴ്സറി കുട്ടിയാണ്, ഒന്നും അറിയില്ല. ഒരു ഡയറക്ടർ പറഞ്ഞ എനിക്കൊരു വൈരാഗ്യ ബുദ്ധിയുണ്ട്. കാരണം ഒരു റൈറ്റർ എഴുതി വെച്ചത് ഒരു 50% അവർക്ക് കൊടുക്കണം. അത് ഡയറക്ടർ ആ കുട്ടീനെയാണല്ലോ തേച്ച് കുളിപ്പിച്ചും എനിക്ക് കുട്ടി പൂർണ്ണതയിൽ എത്തിക്കുന്നത് ഡയറക്ടറാണ്. അത് ഒരു 10% കൂട്ടി ഒരു 60% ഡയറക്ടർക്കും കൊടുക്കണം എന്നുള്ള ഒരു ബുദ്ധി എനിക്കുണ്ട്. അതൊരു വൈരാഗ്യ ബുദ്ധി തന്നെയാണ്. അതിപ്പോ സ്റ്റേജിലാണെങ്കിലും ഞാൻ നാടകം കളിക്കുകയാണെങ്കിലും സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്ന വേഷമാണ് ഏറ്റവും നന്നാവണം. അത് സിനിമയിലാണെങ്കിലും എനിക്ക് നന്നാവണം എന്നുള്ള ആ ഒരു ഇതെനിക്കുണ്ട്. എന്റെ കൂടെ നിൽക്കുന്നതിനേക്കാളും ഒരു പടി മോഡലാവണം എന്നുള്ള അതൊരു എന്റെ ഒരു നല്ലൊരു സ്പിരിറ്റ് അല്ലേ? അതൊരു സ്പിരിറ്റ് എനിക്കുണ്ട്. അത് തെറ്റോ ശരിയോ എന്ന് എനിക്കറിയാൻ പാടില്ല, സ്വാർത്ഥതയായിരിക്കാം. പക്ഷെ അവരിലും താണു പോകുന്നത് എനിക്കിഷ്ടമല്ല. അപ്പൊ അതൊക്കെ ഈശ്വരനാണ് അതിന്റെ ഒക്കെ ഒരാള്. ഞാൻ ആരുമല്ല, ഒന്നുമല്ല. ഞാൻ എന്ത് വിചാരിച്ചാലും നടക്കില്ല. ഭഗവാന്റെ ഒരു അനുഗ്രഹം, ആ ഒരു കയ്യൊപ്പുണ്ടെങ്കിൽ മാത്രമേ എല്ലാം നടക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇപ്പം ഇത്രയും വലിയൊരു എന്താ പറയണ്ട, ഞങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നു, ചേച്ചിയോട് ഇങ്ങനെ സംസാരിക്കുന്നു, എല്ലാം ചേച്ചി അത്രത്തോളം വളർന്നതുകൊണ്ടാണല്ലോ നമ്മൾക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ പറയണു അങ്ങനെ, അത് ഈശ്വരൻ കേൾക്കട്ടെ എന്നുള്ളതേ ഞാൻ വിചാരിക്കുന്നു. ലീല എന്ന് പറയുന്ന ഒരു ആക്ട്രസിനെ അറിയത്തില്ലാത്ത ഒരു മലയാളം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. മലയാളി നല്ല എല്ലാ ഭാഷയിലും അറിയാം. തീർച്ചയായും. ഇപ്പൊ മറ്റുള്ള ഇതിലൊക്കെ ചെന്നൈയിൽ പോയാല് ഇല്ലെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും അറിയാം. അത് വലിയൊരു കാര്യം തന്നെയാണ്. അല്ല, നമ്മൾ സ്വാഭാവികമായിട്ടും ചേച്ചി സലീം കുമാറേട്ടന്റെ കാര്യം ആദ്യത്തെ മോനായിട്ട് അഭിനയിക്കുന്നു പറഞ്ഞു. മരിച്ച സമയത്ത് പോയിരുന്നോ? പിന്നെ കാണാൻ പോയിരുന്നു അല്ലേ? കാണാൻ പോയിരുന്നു. ആശുപത്രി കിടക്കുമ്പോ ഞങ്ങൾ ഇവിടെ ഇല്ല, വേറെ സ്ഥലത്ത് നിന്ന് വരികയാണ്. അപ്പൊ ഞാൻ ഉണ്ണിന്ന് അറിയാം, സലീമാന്റെ എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പൊ ഉണ്ണിനോട് വിളിച്ചു ചോദിച്ചോ പറഞ്ഞു, ആരെയും കയറ്റണില്ല ലീലമ്മ, അതിനാരെയും കയറ്റാൻ തുടങ്ങിയാൽ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അപ്പോൾ സീരിയസ് ആയിട്ട് എന്നിട്ട് ഞാൻ എത്തുന്നതിന്റെ മുമ്പ് ഞാൻ വിളിച്ചു രാത്രി. അപ്പൊ പറഞ്ഞു ഇല്ല, ആരെയും കയറ്റുന്നില്ല പറഞ്ഞു. അതിനെ കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ടില്ല, ടൗൺ ഹാളിലൊന്നും ഞാൻ പോയില്ല, വീട്ടിൽ പോയി. പിന്നെ എടുത്തതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. അല്ല, ഈ മരിക്കുന്നതിന് തൊട്ടും അവസാനമായിട്ട് കണ്ട ഞാൻ ഉണ്ട്. അതായത് ഞങ്ങള് അവരുടെ അമ്പലത്തിൽ ചിറ്റാറ്റുകര എന്ന് പറയും, അവിടെ ഒരു അമ്പലത്തിൽ എന്നെ തിരുവളത്താൻ വിളിച്ചായിരുന്നു. ഇവരുടെ അമ്പലമാണ്. അപ്പോ അവരുടെ ഒരു റിലേഷനിൽ പെട്ട ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചു കൊണ്ടുപോകാൻ വന്നേ. അവരും ഞങ്ങളും കൂടി വീട്ടിൽ പോയി, സലീകുമാറിന്റെ വീട്ടിൽ പോയി. ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട് വീട്ടില്. ഭാര്യയായിട്ട് നല്ല കണക്ഷനാണ്. അപ്പൊ ചെന്നപ്പോ വർത്താനൊക്കെ പറയാൻ പറഞ്ഞു, നീ പോരിനില്ല വെച്ചു. ഞാനില്ലേ ചേച്ചി, എനിക്ക് വയ്യ, ചേച്ചി പോയിട്ട് വാ. ഞാൻ പറഞ്ഞു നീയും കൂടി ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. ഞാൻ ഇല്ല, ചേച്ചി പോയിട്ട് വാന്ന് പറഞ്ഞു. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറെ തമാശയൊക്കെ പറഞ്ഞ്. ആ സമയത്തൊക്കെ അത്യാവശ്യം ക്ഷീണിതനായിരുന്നു. അന്ന് പുള്ളിക്ക് വയ്യെങ്കിൽ കൂടിയിട്ടും പുള്ളി ക്ഷീണിതനാണെന്നുള്ളത് ഒരാളെയും പുള്ളി അറിയിക്കില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്യും. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ല, അതപ്പൊ ഞാൻ പറയാൻ വരുന്നത്, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യം ഇപ്പൊ ഞാൻ ആ സ്റ്റേജിലേക്ക് കയറി ചെന്ന ആരും ഒന്നും പറയില്ല. പക്ഷെ അത് ശരിയല്ലല്ലോ. സലീംകുമാറിനെ കണ്ടപ്പോ, അതായത് ഇരിക്കാൻ വയ്യ പുള്ളിക്ക്, ശ്വാസം മുട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴും ഇങ്ങനെ ശ്വാസം മുട്ടി ഇരിക്കണം. കയറി ചെല്ലണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അത് നമ്മൾ ശരിയല്ലല്ലോ ചെയ്യുന്നത്. കാര്യം ആരും ഒന്നും പറയില്ല, വി ഡി സതീശനാണെങ്കിലും പറയില്ല, അവരാരും പറയില്ല. പക്ഷെ എന്നാലും അതൊരു മര്യാദയല്ലല്ലോ, മര്യാദക്കേട് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ച് മരിച്ച് ഇങ്ങനെ സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ ദൈവമേ അന്നൊന്ന് കയറി ഒന്ന് കാണായിരുന്നു എന്ന് തോന്നി എനിക്ക്. അത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്. അത് എന്താ പറയാ, പക്ഷെ അത്രയൊക്കെ വെച്ചിട്ടുള്ളൂ. അത്രേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഭാര്യ കട്ട നിന്ന് എല്ലാം ചെയ്ത് നല്ലൊരു ജീവിതം തന്നെ അവരുടേത്. അവനെപ്പോഴും പറയാം, അവരുടെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ ഉണ്ട്, അച്ഛനും അമ്മയും 2 മക്കളും കൂടി നിൽക്കുന്ന. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോരുമ്പോ ആ ഫോട്ടോ എനിക്ക് അറിയാതെ ഒന്ന് നോക്കിയപ്പോയി നമ്മളെ നിയന്ത്രണം വിട്ടുപോകും. അതുപോലെയായിരുന്നു അവരുടെ ജീവിതം. അത്രയും ഹാർഡ് കോർ ഒരു ബന്ധമായിരുന്നു അല്ലേ? അത്രയ്ക്കും ദൃഢമായ അച്ഛനും അമ്മയും മക്കളും. ഈ മകൻ നമ്മുടെ ചന്തുവായിട്ട് ചെയ്തിട്ടില്ല, വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് പരിചയമുണ്ട്. എന്നാലും ചെന്ന് ഞങ്ങൾ സംസാരിച്ചു. 2 പേരും ഉണ്ടായിരുന്നു. എന്തെങ്കിലും സലീംകുമാറായിട്ട് ബന്ധപ്പെട്ട് ഈ ഫസ്റ്റ് അഭിനയിച്ചു എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് വലിയൊരു കഥാപാത്രം മണവാളൻ
അതൊന്നും മലയാളികൾ മറക്കാൻ കഴിയാത്ത പുലിവാർക്കില്ല. അത് പുലിവാൽ കല്യാണം. അതെ അതെ, അതിന്റെ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി സീൻസിലുണ്ട്, ഒരുമിച്ചുണ്ട്. ശശിയുമായിട്ടാണ് കൂടുതലെങ്കിലും ഇവർ രണ്ടുപേരും എല്ലാരും ഉണ്ട്, കൊച്ചിനായൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ ഉള്ള എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടോ? ഇപ്പം പെട്ടെന്ന് പറഞ്ഞാല് ഇപ്പൊ ഒന്നും കിട്ടൂല. അതിനകത്ത് മറ്റേ ഇതേ ഉള്ളൂ, വെള്ളം കോരി ഒഴിക്കുന്നുണ്ടല്ലോ. അനീഫ്കയുടെ വിലക്ക്, അനീഫ്ക വെള്ളം കോരി സൈമന്റെ വിലക്ക് ഒഴിക്കണേ. അന്നേരം പറയാം കുറച്ചങ്ങോട്ട് മാറ്റി എടുത്ത് കുളിപ്പിച്ചോട്ടോ നിനക്ക്. അപ്പൊ പിന്നെ എന്തോ ഇവിടെ പ്രായം കഴിഞ്ഞ പെണ്ണുങ്ങളുണ്ട്. അപ്പൊ സലിമ ആരാണ്? ഞാൻ തന്നെ. അപ്പൊ എന്തോന്ന് പറയാം, പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. അപ്പൊ സലിമ പറയാം, പ്രായപൂർത്തിയല്ല ഷഷ്ടിപൂർത്തിയാണെന്നാണ്. പ്രായപൂർത്തിയല്ല ഷഷ്ടി. അങ്ങനെ ഒരുപാട് ഞങ്ങൾ ചെയ്ത പടത്തിലൊക്കെ ഞങ്ങൾ അങ്ങനത്തെ അപ്പൊ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഒന്നും വേണ്ട. ഇത് സ്ക്രിപ്റ്റിലുണ്ട്. പക്ഷെ കുറച്ചുണ്ടെങ്കിലും ഞങ്ങൾ പിന്നെ അത് വളർത്തിക്കൊണ്ട് വരും. എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ അങ്ങനെ? ഒന്നും ഓർക്കണില്ല, പെട്ടെന്നൊന്നും കിട്ടൂല. കാരണം എന്താ പറയാ, അതൊന്നും പിന്നീട് നമുക്ക് ഓർക്കാൻ പറ്റൂല. അതെ 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 അതെ. അല്ല, അതുപോലെ തന്നെ നമ്മള് ഈ കൂട്ടി വായിക്കേണ്ട ഒരു വ്യക്തിയാണ് സുബി സുരേഷ്, നമ്മുടെ മരിച്ചുപോയ സുബി ചേച്ചി. സുബി, അയ്യോ സുബി ഭയങ്കര കണക്ഷൻ ആയിരുന്നു. ഞാൻ അവൾ മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പാണ് ഇവിടെ ഓണത്തിനോ വിഷുവിനോ എന്തിനോ വന്ന് അമ്മയ്ക്കും എനിക്ക്. അപ്പൊ ഇവള് സെറ്റ് സാരി കൊണ്ടുവന്നപ്പോ ഞാൻ സെറ്റ് സാരി ഉടുക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞടി, ഞാനും ഉടുക്കാറില്ല അത്, നീ ഇനിയും പോകുന്നുണ്ടല്ലോ, നീ അവർക്ക് കൊടുത്തോ, എനിക്ക് വേണ്ട എന്നാ. അപ്പൊ അമ്മയ്ക്ക് സെറ്റ് മുണ്ട് കൊണ്ടുവന്ന് എനിക്ക് സെറ്റ് സാരി കൊണ്ടുവന്ന്, എനിക്ക് വേണ്ട ഇത്, നീ കണ്ടില്ല എന്റെ അലമാരിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നീ ഇനിയിപ്പോ കൊണ്ടുവന്ന് ഞാൻ എടുത്തില്ല, അതുകൊണ്ട് അതെ അമ്മയുടെ എടുത്തുവല്ലോ, എനിക്ക് വേണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉടുക്കില്ല, നീ ഇനി പോകുമ്പോ ആർക്കേം കൊടുത്തോ. അവള് കൊണ്ടുപോയിട്ട് അത് മാറ്റിയിട്ട് എനിക്ക് സെറ്റ് മുണ്ട് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഭയങ്കര കമ്പനിയായിരുന്നു. അത് അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ. ഇപ്പൊ കുറച്ച് നാളായിട്ട് വിളിക്കാറില്ല. കാരണം ഞാനും അമ്മയുടെ മരണവും ഇതൊക്കെ കൂടിയായിട്ട് ഞാനൊരു ഇപ്പൊ എന്റെ അമ്മയുടെ. പക്ഷെ ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചാൽ അവർക്ക് കുറെ സമാധാനമാണ്. അപ്പൊ അവർക്ക് സുബിയുടെ അവര് പറയണ ആ ഒരു സാന്ത്വനം എനിക്ക് കിട്ടുന്നു ലീല വിളിക്കുമ്പോ. എന്നെ വിളിച്ചാ അപ്പൊ കരച്ചില്ല. കാരണം ഒരിക്കലും ആരും വിചാരിക്കാത്ത രീതിയിലുള്ളൊരു. പക്ഷെ വേറെ കാര്യമാണ്, അവൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ആര് എന്തൊക്കെ പറഞ്ഞോട്ടെ, സുബിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ആ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. ആ കുടുംബം അങ്ങനെയാക്കിയത് അവളൊരൊറ്റ ഇതുകൊണ്ടാണ്. പിന്നെ അവർക്ക് ബിസിനസ്സും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അച്ഛനും ഞാനോട്ട് നല്ല ഇതാണ്. ഇവിടെ വന്നിട്ടുണ്ട്, അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട്. ഒരു മലയാളിക്കും മറക്കാൻ കഴിയാത്ത ഒരു, ആരും പ്രതീക്ഷിക്കാത്ത സംഭവം അല്ലേ. അന്നത് ആള് വീട്ടിലും പോയി, ഞാന് ടൗൺ ഹാളിലും പോയി, ഞാന് മരിച്ചിട്ട് കാണാൻ കഴിയില്ല. ചിന്തിക്കാൻ പറ്റൂല. പക്ഷെ ഞാൻ പറയുമ്പോ അങ്ങനത്തെ കാഠിന്യങ്ങളൊന്നും ദൈവം കൊടുക്കരുത് ആർക്കും. അതും അവസാന നിമിഷമാണ് അറിയുന്നത്. അതാണ് ഭക്ഷണ സമയത്ത് കഴിക്കില്ലായിരുന്നു. അല്ല, അത് തന്നെ. അത് അവർക്ക് നല്ല ഒരുവിധം എല്ലാവർക്കും ഉള്ള. കാരണം എന്താ വെച്ചാ നമ്മൾ ഈ തിരക്കിനിടയിലല്ല, അതല്ല, നമ്മൾക്ക് ഈ നല്ലൊരു വിശപ്പ് വരുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. വിശപ്പ് തന്നെ നല്ല മുടിഞ്ഞ ഷൂട്ടിംഗ് ആയിരിക്കും. നല്ല ക്ലൈമാക്സ് അല്ലെങ്കിൽ വേറെ. അപ്പൊ എന്നാ ശരി, ഇത് കഴിയട്ടെ എന്ന് പറയും. പിന്നെ അതിന്റെ ഒരു ക്രൈസ് അതിൽ പോകുമ്പോ പിന്നെ ഈ സമയം കഴിയും. ആ സമയം കഴിയുമ്പോ നമ്മൾ ഇത് മറന്നും പോകും. പിന്നെ വിശപ്പ് പോകും, പിന്നെ കഴിക്കാൻ പറ്റൂല. ലിവറിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതങ്ങനെയൊക്കെ ആയിട്ടാ പാവം. അതും അത്രയും ആയുസ് ദൈവം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും വേറെന്തെങ്കിലും സുബിചേച്ചിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മെയിനായിട്ട് ഈ സുബിചേച്ചി അവതരിപ്പിക്കുന്ന കൂട്ട്, അതായത് നമ്മുടെ എന്താ കുട്ടിപ്പട്ടാളം എന്ന് പറഞ്ഞ പ്രോഗ്രാം, ഞങ്ങളുടെയൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തില് ഉണ്ട്. എനിക്കൊന്ന് ഒരു 10, 12, 13 വയസ്സുള്ളപ്പോഴൊക്കെ ആ പ്രോഗ്രാം സൂര്യയിൽ ഞങ്ങൾക്ക് അതിന്റെ സ്ഥിരം. ഞാനതിന് ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇവകൊന്നും കാണാനൊന്നും പറ്റില്ല. അധികം ഞങ്ങള് അഭിനയിച്ചിട്ടില്ല. 1, 2 പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ. അല്ല, വ്യക്തിപരമായിട്ടുള്ള അടുപ്പമായിരുന്നല്ലേ? ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അടുപ്പമാണ്. എവിടെങ്കിലും ചെന്നാൽ ഞങ്ങള് കാണും. കാണുമ്പോഴത്തെ അല്ലാണ്ട് അധികം ഞങ്ങൾ 1, 2 കോമഡി ഇതിലേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ 1, 2 കോമഡി ഷോയും ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോ? പക്ഷെ സിനിമയില് സുബി ഞാനും ചെയ്തില്ല. ഇല്ല, സിനിമയിൽ ആകെ 2 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. അന്നൊന്നും അത് ഒന്നും എനിക്ക് വലിയൊരു ഇത് ഇല്ലായിരുന്നു. പിന്നെ അവര് വിളിക്കുമ്പോ നമ്മൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അല്ലാണ്ട് ഞങ്ങൾ അധികം ഫീൽഡിൽ കൂടിയുള്ള ഇതല്ല. എങ്ങനെയാണ് ബന്ധം വന്നതെന്ന് എനിക്കറിയില്ല. അത് വല്ലാത്തൊരു ആത്മബന്ധമായി പോയി. അത് അങ്ങോട്ട് കൂടെ പോക്കും വരവും എല്ലാമായിട്ട്. അപ്പോൾ ചേച്ചി, ഇപ്പൊ നമ്മുടെ പ്രസന്റ് കണ്ടീഷനിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അമ്മയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയം. കുറച്ചുപേർ പറയുന്നു അമ്മ എന്ന് പറയണ്ട, AMMA,
അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അമ്മ എന്ന് പറയണം. കാരണം ഈ അമ്മ എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു വാക്കിന് ചേരുന്ന പ്രവർത്തനങ്ങളല്ല അതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് വാദിക്കുന്ന ഒരു മറുപക്ഷമുണ്ട്. അത്തരത്തിൽ അമ്മയിൽ ഈ ചീഞ്ഞു നാറുന്ന ഈ വിഷയങ്ങളെ ചേച്ചി എങ്ങനെയാണ് നോക്കുകയാണ്? അമ്മയുടെ മെമ്പറല്ലേ? അമ്മയുടെ മെമ്പറല്ലേ? അമ്മയുടെ മെമ്പറാണ്. എനിക്ക് എല്ലാ മാസവും 5000 രൂപ 1-ാം തീയതി. അപ്പൊ നാളെ 1-ാം തീയതിയാണ്, നാളെ ഞായറാഴ്ചയാണെങ്കിൽ ഇന്ന് വരും. ഇന്ന് ഇപ്പൊ മുടക്ക് ദിവസമാണ്, ബാങ്ക് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഇന്നലെ വരും. 3 ദിവസവും 3-4 ദിവസം അടുപ്പിച്ച് വല്ല ഓണം അങ്ങനെയുള്ള ഇതിനൊക്കെ 3-4 ദിവസം അടുപ്പിച്ച് മുടക്ക് വരുവാണെങ്കിൽ അതിന്റെ മുമ്പേ ഉണ്ടാവും ഈ 5000 രൂപ. പക്ഷെ അമ്മയിലത്തെ കൈനീട്ടം. പക്ഷെ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓടും കൂലിയും സമമാണ് എന്ന് പറയും. പക്ഷെ അതിൽ ഞാൻ അതായത് ഒരു കിണ്ടി ഓട് കൊണ്ട് ഇപ്പൊ ഇതിപ്പോ ഒരു കിണ്ടിയാണ്. ഇത് പണിയാൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഓടിന്റെ വില 16 രൂപയാന്ന് വിചാരിക്കേ, അതിന്റെ കൂലിയും 16 രൂപയാണ്. ആ ഓടിന്റെ വില എത്രയാണോ അത്ര തന്നെ കൂലിയും കൊടുക്കണം. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നാളേക്ക് വലിയൊരു പ്രശ്നമായി തീരും. പക്ഷെ എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ ഇവരോട് എല്ലാവരോടും പറയാൻ, ആ സംഘടന പൊളിക്കരുത്, ആ സംഘടന നിലനിർത്തണം. ഞാനൊക്കെ അത് മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്നതാ. ഇന്നിപ്പോ ഈ വീട് എന്റേതാണ്, മനസ്സിലായില്ലേ? ഇന്നിപ്പോ നിങ്ങൾക്ക് കാണാൻ ഈ ഒരു വീടുണ്ട്, എനിക്ക് യാത്ര ചെയ്യാൻ ഒരു വണ്ടിയുണ്ട്. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം ഇതുണ്ടാവുള്ളൂ. ചിലപ്പോ വർക്ക് ഇല്ലാണ്ടാകുമ്പോ ഇത് വിറ്റിട്ടേക്കും. അപ്പോഴും നമുക്ക് ഒരു കുടിലെങ്കിലും, ഒരു മുറിയിലെങ്കിലും ഒരു കുടിലെങ്കിലും ഞാൻ വെച്ചിട്ട് ബാക്കിയേ ചെയ്യുള്ളൂ. ഒരു കുടിലെങ്കിൽ ഞാൻ എവിടെയും വാങ്ങും. വണ്ടിയും കിണ്ടിയും ഒന്നും വേണ്ട, അതൊന്നും വേണ്ട. പക്ഷേ എന്നെ കഴിഞ്ഞും പരാധീനത ഉള്ളവരുണ്ട്. അവർക്ക് അവരുടെ ഒരു ജീവിത മാർഗമാണിത്. അവർക്ക് നാഴെ കഞ്ഞുടി, അതായത് കിടക്കാൻ ഒരു ഇടം, വെണ്ണവും തേനും ഒന്നും ദൈവം തന്നില്ലെങ്കിൽ ഈ പൈസ മതി ഞങ്ങൾക്ക് ജീവിക്കാൻ. ഇത് കളയരുത് എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇന്നിപ്പോ എല്ലാവരും ഇതിനകത്തുള്ളവരും എല്ലാം ചെറുപ്പക്കാരാണ്, എല്ലാം ചോരത്തിളപ്പുള്ളവരാണ്. ഉള്ളവരും ഇല്ലാത്തവരും തർക്കിക്കുന്നതും തർക്കിക്കാത്തവരും ഒക്കെ. പക്ഷെ എന്ത് ചെയ്താലും ഈ സംഘടന നിലനിർത്തിക്കൊണ്ട് പോകണം. ഇത് പൊളിക്കരുത് എന്നൊരൊറ്റ അപേക്ഷയേ എനിക്കുള്ളൂ. അതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഒറ്റ ഇത് പറയാം, ഞാന് നീ ഒരാളെ വെട്ടിക്കൊല്ലണ ഞാൻ കാണുകയാണ്. അപ്പൊ ഞാൻ പറയല്ലേ ആ കുട്ടി വെട്ടിക്കൊല്ലണ ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞാല് കൊന്നതൊന്നും പ്രശ്നം ഉണ്ടാവൂല, പറഞ്ഞതാണ് പ്രശ്നം. പിന്നെ അത് കണ്ടത് കണ്ടില്ലാന്നാവും, കേട്ടത് കേട്ടില്ലാന്നാവും. എന്തിന് നമ്മൾ ഇതിന് പോണത്? അപ്പൊ ഒരൊറ്റ അപേക്ഷ ഞാൻ എല്ലാവരോടും പറയണത്, സംഘടന പൊളിക്കരുത്. കാരണം എനിക്കൊക്കെ അന്നം കൊടുക്കുന്ന ഒരു എനിക്ക് ഏക ആശ്രയമാണ്. എന്നെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇത് മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നവര്. ഞാൻ ഇത് മാത്രം ലക്ഷ്യം, എനിക്ക് കുട്ടികളില്ല, മക്കളില്ല, ഭർത്താവില്ല. ഒരാങ്ങളുണ്ട്, അവന് മജ്ജയില് ക്യാൻസറാണ്. അവൻ എന്നെ നോക്കുക, അവൻ ഒരു പെൺകുട്ടിയുണ്ട്. ആ എന്റെ നാത്തുകാരനാണ്, അവൻ ഇന്ന് ജീവനോടുകൂടി ഇരിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ എനിക്ക് ഉള്ള ഏക ആശ്രയം ഇതാ. അതുപോലെ എന്നെപ്പോലെ എന്നതിലും പരാധീനത ഉള്ള ആൾക്കാരുണ്ട്. ചേച്ചിക്ക് ഒരു വീടെങ്കിലും ഉണ്ട്, അതുപോലും ഇല്ലാത്ത എത്ര പേര്. അതെ, അതിപ്പോ എപ്പോ ഉണ്ടാവും എപ്പോ പോകുന്നൊന്നും പറയാൻ പറ്റൂല, മനസ്സിലായില്ലേ? ഇന്ന് എനിക്കുണ്ട്, പക്ഷെ ഇന്ന് ഇതില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളെ എല്ലാവരും ഈ പാവപ്പെട്ട ആരും ഇല്ലാത്ത ഞങ്ങളെ ഓർത്തിട്ടെങ്കിലും ഈ സംഘടന നിലനിർത്തുക. എന്ത് അന്തസ്സായിട്ട് പോയിരുന്ന സംഘടനയാണ്. ഒരു കുഴപ്പമില്ലാത്ത സംഘടനയാണ്. ഒരു കുഴപ്പമില്ല. അല്ല ചേച്ചി, ഞാൻ ചോദിക്കുന്നത് ഈ ഒരുപാട് പേർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഇവര് പറയുന്നത് 200ഓളം പേർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ടെന്നാണ്. അങ്ങനെയാണോ? അത് കൊടുക്കണ്ടോ? ഉണ്ട്, 200ഓളം പേർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ വന്നിട്ട് ഇപ്പം ഞാൻ കുറെ വർഷമായി. എത്ര വർഷമായി ചേച്ചിക്ക് മുടങ്ങാതെ ഈ കൈനീട്ടം കിട്ടും? അല്ല, കിട്ടൽ തുടങ്ങിയ ശേഷം മുടങ്ങിയില്ലല്ലോ, എനിക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താന്ന് വെച്ചാല് ഒരു എത്ര വർഷമായി കാണും, ഇപ്പൊ എനിക്കറിയില്ല. അത് ഒരു 3-4 വർഷമായി കാണും. ആലോ, എന്റെ കഴിയുമ്പോ 10 വർഷം കഴിഞ്ഞു. 10 വർഷമായിട്ട്. പിന്നെ ഞാന് ആദ്യം 1500 രൂപയായിരുന്നു, പിന്നെ 2500 രൂപയായി. ഈ 2500 രൂപയായപ്പം ഞങ്ങള് ജനറൽ ബോഡിക്ക് പോയപ്പം ഒരു കാല് വയ്യ, അയാൾ വടി കുത്തിയിട്ടാണ്. അയാളൊക്കെ മരിച്ചു പോയിട്ടോ. ഇയാൾ ഒരു പ്രാവശ്യം സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞതാണ്, ഇതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതായത് അമ്മയെ കുറിച്ച് അയാള് എല്ലാ കൊല്ലം അയാൾ സ്റ്റേജിൽ കയറി സംസാരിക്കും. അയാൾക്ക് ഈ ഒരു ഒറ്റ വരുമാനമേ ഉള്ളൂ,
ഈ 2500 രൂപ. അയാളായപ്പോ എത്രയോ വളരെ കുറവായിരുന്നു, അതിന് 2500 രൂപ വരേക്കും അയാൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അയാൾ വരാണ്ടായപ്പോ അയാൾ മരിച്ചിട്ടാണെങ്കിൽ അയാൾ വരാണ്ടിരിക്കില്ല. അയാൾ പറഞ്ഞു, ഇത് എന്നെപ്പോലെ കുറെ ആൾക്കാരുണ്ട്, ഞാനിപ്പോ പറഞ്ഞതുപോലെ ഇതൊന്നും വേറെ ഒരു ഇതുമല്ല, ഉള്ള കാര്യമാണ് പറയണത്. മനസ്സിലായില്ലേ? അത്തരത്തിൽ ഒരുപാട് പേർക്ക് ആഹാരം കഴിക്കാനുള്ള അവസരം കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഇവർ. ഈ യാതൊരു കുളം കലക്കി കുളം കറി കുളം കലക്കി നശിപ്പിക്കും. അത് മാത്രമല്ല പല കാര്യങ്ങളും. കാരണം എന്താ വെച്ചാല് ഇൻഷുറൻസ് അവര് കൊടുക്കുന്നുണ്ട്, അടയ്ക്കുന്നുണ്ട്. അപ്പൊ അവരതൊക്കെ ചെയ്യുന്നത് നന്മ എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കല്ലേ വേണ്ടത്. അവിടെ എന്തിനാ വലിപ്പച്ചെറുപ്പം കാണിച്ച് ഈ തമ്മത്തെല്ലാം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? അല്ല, ഞാൻ ചോദിക്കുന്നത് ചേച്ചി, ഈ പുരുഷ മേധാവിത്വം ഉള്ള ഒരു സംഘടന എന്നുള്ളൊരു പേര് അമ്മയ്ക്ക് ഒരു ഇടക്കാലം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ ഒരു പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ ഒരു പുരുഷ മേൽക്കോയ്മ നിലനിൽക്കുന്ന ഒരു സംഘടനയാണെന്ന്? പുരുഷന്മാരായിരുന്നല്ലേ ആദ്യം ഉണ്ടായിരുന്നത്. ആയിരുന്നു. ഇപ്പോഴും പുരുഷന്മാർക്ക് എന്ത് കുറ്റം? പുരുഷന്മാർ എന്ത് ചെയ്തിട്ടാണ് സംഘടന പൊളിഞ്ഞത്? പുരുഷന്മാരെന്തെങ്കിലും ചെയ്യാൻ പോയോ? ഇപ്പൊ പുരുഷന്മാർ എത്ര ഉള്ളത്? വളരെ കുറവല്ലേ. എന്തിനാണ് ഒരാളെ മേലേക്ക് കുറ്റം ചേരുന്നത്? എന്തിനാ? അതിലാർക്ക് ചേച്ചിയുടെ ഒരു അതായത് ചേച്ചി വ്യക്തമായ നിലപാട് പറയുന്ന ഒരു സ്ത്രീയാണ്. കൃത്യമായിട്ട് വ്യക്തമായ നിലപാടുകൾ ചേച്ചി, ഞാൻ പല ഇന്റർവ്യൂവിലും കണ്ടിട്ടുണ്ട്. ചേച്ചി തുറന്നടിച്ച് സംസാരിക്കാൻ ചേച്ചിക്കാരെയും കൂസുകയോ അല്ലെങ്കിൽ ചേച്ചിക്കാരെയും പേടിയോ ഭയമോ ഉള്ള ആളല്ല. കൃത്യമായ നിലപാടുകൾ പറയുന്നുള്ള. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ആയിട്ടാണ് ചേച്ചി? പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ വേറെ എന്ത് കാര്യം ചോദിച്ചാലും ഞാൻ തുറന്നടിച്ചു പറയും. ഈ പറഞ്ഞത് സത്യമാണ്, എനിക്ക് ആരെയും പേടിയില്ല, ഞാൻ അധ്വാനിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ അമ്മ സംഘടനയെ കുറിച്ച് പറയാൻ പറ്റില്ല. അല്ല, അമ്മ സംഘടനയെ കുറിച്ചല്ല, പുഴുക്കുത്തിനെ കുറിച്ചും പറയാൻ പറ്റില്ല. ഇതിൽ ആര് തെറ്റ് ആര് ശരിയെന്നും പറയാൻ പറ്റില്ല. എന്നാ പിന്നെ നാളെ ഒക്കെ കൂടി എന്റെ തലയിലേക്കാവും. എന്റെ പൊന്നുമോനെ എങ്ങനെ ജീവിച്ചു പൊക്കോട്ടെ, അതുണ്ട്. കാര്യം എന്താന്ന് വെച്ചാലേ, ശരിയായ ചോദ്യമാണ് ചോദിക്കണമെങ്കിൽ നമുക്ക് ഉത്തരം പറയാം. ശരിയായ ചോദ്യമല്ല ചോദിക്കുക. നമ്മളിപ്പോ അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ, അതായത് ചേച്ചിക്ക് പലതും പറയാനുണ്ട്, പക്ഷെ മൂടി വെച്ചിരിക്കുക. പലതും പറയാനുണ്ട്, പലതും. ഇത്രയും വർഷം കൊണ്ട് ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. അതെ 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 33 വർഷമായിട്ട് മേഖലയിൽ നിൽക്കുന്നു. ഒരു 10-25 വർഷമായിട്ട് ഈ അമ്മയിൽ മെമ്പറും. അതെ, മത്തം കുഴിച്ചിട്ടാ മത്തനെ മുളയ്ക്കുള്ളൂ, കുമ്പളം മുളയ്ക്കൂല. അപ്പൊ അതാ മത്തം കുഴിച്ചിട്ടാ മത്തനെ മുളയ്ക്കുള്ളൂ എന്ന് എനിക്കറിയാം. വേറുള്ളവർ പറയും അല്ല മത്തം കുഴിച്ചിട്ടാ കുമ്പളം മുളയ്ക്കുന്നു. പക്ഷെ ഞാൻ അംഗീകരിച്ചും കൊടുക്കൂല. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടണില്ല. കാരണം ഒറ്റ ആവശ്യമുള്ളൂ. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ പക്ഷെ മമ്മൂക്ക ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു 10 രൂപയാക്കണമെന്ന്. ഒരു മീറ്റിംഗില് ജനറൽ ബോഡിക്ക് ആക്കണമെന്ന് പറഞ്ഞായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ വളരെ സന്തോഷിച്ചു. കാരണം സുഖമായില്ലേ, അപ്പൊ വേറെ ഒന്നുമില്ലെങ്കിലും ജീവിക്കാലോ. എനിക്കൊന്നും ഒന്നുമില്ല കുട്ടികളെ, എനിക്കൊന്നും ഭർത്താവില്ല, മക്കളില്ല, ആരുമില്ല. എന്റെ അവസ്ഥ ഏതാണ്? കാരണം മറ്റൊരാൾ മുന്നിൽ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, മറ്റൊരാൾ മുന്നിൽ കൈ നീട്ടാൻ പാടില്ല. ഒരാൾ മുന്നിലും കൈ നീട്ടാതെ എന്ന് കിടന്നുറങ്ങിയ നാളെ അഭിമാനത്തോടുകൂടി ഇന്ന് വരെ നമ്മൾ നിലനിർത്തി പോകുന്നുണ്ട്. നാളെയും അതുപോലെ തന്നെ പോകണം. അത്ര ഒരു ആഗ്രഹമേ ഉള്ളൂ. ആരോ എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഒരു ഇതുണ്ട്, ഒരു എന്താ പറയാ, വേണ്ട വേണ്ട ഇല്ല അല്ല വേണ്ട. കാരണം എന്താണെന്നറിയോ, വേണ്ട, അത് എനിക്ക് ഞാൻ തന്നെ ഭാര്യയാവുന്നില്ല. അതാ നല്ലത്. ചേച്ചി പറയേണ്ട കാര്യങ്ങൾ മാത്രം. പക്ഷെ ചേച്ചി നിലപാടൊന്നും ആരും പറയാൻ വെക്കരുത് കേട്ടോ. ആരും പേടിച്ചുകൊണ്ട് ഇതിപ്പോ ഒരു ഇതാണ്. ഇതിപ്പോ അങ്ങനെ പറഞ്ഞ് പല സ്ഥലത്തും എത്തും. അതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നേരിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ നേരിട്ട് ഞാൻ പറയാം. അതെനിക്ക് ക്യാമറ ഓണാക്കി വെച്ചത് കൊണ്ട് മാത്രം അത് അത്രേ ഉള്ളൂ. നശിച്ചു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അത് നിലനിൽക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അല്ല, സംഘടനയിൽ നേതൃമാറ്റം വരണമെന്ന് ചേച്ചി ആഗ്രഹിക്കുന്നില്ലേ? എന്തോ നേതൃമാറ്റം, ഇപ്പോൾ ഉള്ള നേതൃത്വം മാറി വേറൊരു നേതൃത്വം വരണമെന്ന് ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടോ? അതൊക്കെ എല്ലാവരും ഇഷ്ടം പോലെ. ഞാൻ അതിലേക്ക് ഒന്നും പറയാൻ ആളല്ല. അത് ഞാൻ പറഞ്ഞിട്ട് വേണം. കൊളപ്പുള്ളി ലീല പറഞ്ഞു നേതൃത്വം മാറണമെന്ന് പറഞ്ഞു. കൊളപ്പുള്ളി ലീലയ്ക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചു. കൊളപ്പുള്ളി ലീലയുടെ നിറവിൽ കയറാന് കൊളപ്പുള്ളി ലീല ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വളരെ ഇതായിട്ട്. ചേച്ചിക്ക് നേതൃത്വം മാറിയാക്കൊള്ളാന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മൗനം സമ്മതം അല്ല, അത് നമ്മള് പറയുന്നില്ല. പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ പറയുന്നില്ല. വേണ്ടാന്ന് വെച്ചിരിക്കുക. പറയേണ്ട സാഹചര്യം എന്നാ പറയും. പറയേണ്ട സാഹചര്യം വരാതിരിക്കട്ടെ. അതെ 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 അതെ. മര്യാദയ്ക്ക് പോലും ചേച്ചി, ഈ ശ്വേതാ മേനോൻ അൻസിബ അല്ലെങ്കിൽ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന നമ്മുടെ അമ്മയുടെ പ്രസിഡന്റിന്റെ പ്രവർത്തനത്തെ ചേച്ചി എങ്ങനെ നോക്കി കാണുന്നത്?
ഞാൻ അമ്മയെ കുറിച്ച് ഒന്നും നിങ്ങളോട് പറയാൻ ഇപ്പൊ താല്പര്യപ്പെടുന്നില്ല. ഇല്ല ചേച്ചി എന്തോരം കുത്തിയാലും ചേച്ചി പറയല അത് ഇല്ല. അവനവന്റെ പല്ല് കുത്തി ആർക്കാനും നാറ്റിക്കാൻ കൊടുക്കുന്നത് ശരിയല്ല. അതെ അതെ. അപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൊത്തം നിലനിൽപ്പാണ്. അതെ അതെ തീർച്ചയായും ഞങ്ങളുടെ മൊത്തം ആത്മാവാണത്. മനസ്സിലായില്ലേ? അതിനെ കളങ്കപ്പെടുത്താൻ ഇപ്പൊ കളങ്കപ്പെട്ടിട്ടില്ല, അത് വേറെ സത്യം. കളങ്കപ്പെടാവുന്നില്ല. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, കളങ്കപ്പെട്ടിട്ടില്ല. ഞാൻ ഉത്തരവാദിയല്ല. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് വന്നിട്ട് ഒരിക്കൽ ഞാൻ എന്റെ പല്ല് കുത്തി കാഞ്ഞ് ഇയാൾക്ക് നാറ്റിക്കാൻ തന്റെ കാര്യമില്ലല്ലോ, എന്നാ മോനെ ഈ ഒന്ന് മണത്ത് നോക്കുമെന്ന് അറിയാന് ആ കുത്തി ഞാൻ തന്നെ മണത്തോണ്ടിരുന്നാ പോരെ. അതെ കറക്റ്റ് അല്ലേ ചേച്ചി? അപ്പൊ നിലപാട് അതിന്റെ അകത്ത് ചേച്ചി ഒന്ന് നിലപാടൊന്ന് തൽക്കാലം വേണ്ട എന്നതിന് അടച്ച അധ്യായം പോലെ ചേച്ചി വെച്ചിരിക്കുകയാണ് അല്ലെ? അപ്പൊ ചേച്ചി എങ്കിൽ പോലും ഒരൊറ്റ ചോദ്യം, അതിന് ചേച്ചിക്ക് ധൈര്യമായിട്ട് ഉത്തരം പറയാം. ഇനി ഒരു നേതൃമാറ്റം വന്നാൽ ആര് പ്രസിഡന്റ് ആയിട്ട് അമ്മയിൽ വരണമെന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്? യുവാക്കൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആസിഫ് അലി, കുഞ്ചാക്കോ, പൃഥ്വിരാജ്? യുവാക്കൾ വന്നിട്ടൊന്നും കാര്യമില്ല. യുവാക്കളായതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പൊ നേരത്തെ മമ്മൂട്ടി, മോഹൻലാൽ, ഇന്നസെന്റ് ഒക്കെ യുവാക്കളായിരുന്നു. എന്ത് ഡീസന്റ് ആയിട്ടാണ് അമ്മ സംഘടന പോയത്. എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടായി? ഒരു കല്ലുകടി ഇല്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ തന്നെ ആർക്കും തെരഞ്ഞെടുപ്പ് വേണ്ട, അവരെ തന്നെ എത്ര വർഷങ്ങളാവും നിന്നത്. യുവാക്കളായതുകൊണ്ട് കാര്യമൊന്നുമല്ല. എന്തിനും ഒരു മര്യാദ വേണം, എന്തിനും ഒരു നേതൃത്വം വേണം, നേതൃഗുണം വേണം, അതിനൊരു ഗുണം വേണം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇത് നമുക്കൊന്നും പറയാനാവില്ല. എങ്കിൽ പോലും ഈ ഒരു 3 പേര് പറയുകയാണെങ്കിൽ ചേച്ചി അതിന്റെ ഒരാളെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അല്ല, അത് പറയാം ചേച്ചി, അത് ഒരു തമാശ കൊച്ചിനായിട്ട് എടുത്താൽ മതി. ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, ഈ 3 പേരില് ഒരാള് അമ്മ. ഈ 3 പേരില് അങ്ങനെ പറഞ്ഞു നോക്കുമ്പോ വേണമെങ്കിൽ പൃഥ്വിരാജാണ് വരേണ്ടത്. കാരണം പൃഥ്വിരാജിന് ആരും പേടിയില്ല, ആർക്കും ആരും പേടിയില്ല കേട്ടോ. അപ്പൊ കുഞ്ചാക്കോവനെ മറ്റുള്ളവരെ ഒന്നും പേടിയില്ല. പക്ഷെ പൃഥ്വിരാജ് എന്ത് വന്നാലും വളരെ പൃഥ്വിരാജ് തള്ളി പൊളിച്ചങ്ങ് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടർ മാത്രമല്ല, എനിക്ക് ഞാൻ ആർട്ടിസ്റ്റ് ആക്ടിനെ കുറിച്ചോ മറ്റൊന്നുമല്ല പറഞ്ഞത്, അവന്റെ വ്യക്തിപരമായിട്ടുള്ള അവന്റെ സ്വഭാവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാര്യങ്ങൾ പറയും. അവനിപ്പോ ആരെന്ത് പറഞ്ഞാലും അവനോട്ട് പ്രശ്നമല്ല, അതൊന്നും അവൻ കണക്കാക്കില്ല. അതൊരു നിലപാടിന്റെ ഒരു കർക്കശ മനോഭാവമുള്ള ഒരാൾ വരികയാണെങ്കിൽ. ഞാൻ യൂട്യൂബിൽ കണ്ടു, ധ്യാൻ ശ്രീനിവാസൻ യൂട്യൂബിലുള്ളതാ. കറക്റ്റാണ്, ആരായാലും ആ സെലക്ഷൻ കറക്റ്റാണ്. പക്ഷെ നമ്മളിവരാരും പോരാന്നുള്ളത് ആരെയും കുറ്റം പറയുന്നതല്ല. പക്ഷെ ഇവരുടെ ഒക്കെ സമ്പത്ത് വെച്ച് നോക്കുന്ന സമയത്ത് കറക്റ്റാണ്. ഏറ്റവും നല്ലത് പൃഥ്വിരാജ് ആകണമെന്നുള്ളതാണ് ചേച്ചിയുടെയൊക്കെ ആഗ്രഹം. അതോ ഇനി ലാലേട്ടൻ തന്നെ തിരിച്ചു വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഉള്ളിൽ? ഇതിന് യാതൊരു സംശയമില്ലല്ലോ. ലാലുക്ക, മമ്മൂക്ക, ലാലുക്കേ അടിപൊളി, പൊന്നാര കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ലാലുക്ക, മമ്മൂക്ക നന്നായി. ഇന്നച്ചൻ പിന്നെ മരിച്ചുപോയി. ലാലും മമ്മൂക്കി ലാലുക്കയും മമ്മൂക്കിയും തന്നെ വരണം. അവര് വരണം. ചേച്ചിയായിട്ട് പുതിയൊരു നാമകരണം കൊടുത്തിട്ടുണ്ട്, ലാലുക്ക. അത് കൊള്ളാം. അപ്പൊ അങ്ങനെ അവര് വന്നാലും ചേച്ചിയൊക്കെ സംതൃപ്തി തന്നെയാണ്. സംതൃപ്തിയാണ്. പിന്നെ ആള് എപ്പോഴും വേണം, നേതൃത്വത്തിന് ഒരു പുരുഷൻ വേണം, തലപ്പത്തൊരു പുരുഷൻ തന്നെ വേണം. ഇപ്പൊ പണ്ട് കുറെ ആൾക്കാർ പറഞ്ഞായിരുന്നു ആണിനൊക്കെ തുല്യ അവകാശം പെണ്ണിന് കൊടുക്കണമെന്ന്. അതിപ്പോഴും ഉണ്ട്. ഞാൻ അതിനും എതിരാണ്. ഒരിക്കലും ഒരു പുരുഷന്റെ തുല്യ അവകാശം ഒരു സ്ത്രീക്ക് ആവാൻ പറ്റില്ല. ഇല്ല. ഇപ്പൊ ഞാൻ മഹിളാ സമാജത്തിലെ പ്രസിഡന്റൊക്കെ ആയിരുന്നു. ഞാൻ രാജിയൊക്കെ വെച്ച് കൊടുത്തത്. പക്ഷെ അന്ന് 2 ചോദ്യം ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ അതിലൊരു ചോദ്യം ഇപ്പൊ ഞാൻ പറയണില്ല. അപ്പൊ ഞാൻ പറയണത് പുരുഷന്റെ തുല്യ അവകാശം വേണമെന്നാ പറയുന്നത്. ഞാനൊരു സ്ത്രീയാണ്, ശരിയാണ്, സമ്മതിച്ചു. മുഖത്ത് മീശ മുളച്ചവരാണ് പുരുഷന്മാര്, ആണോ? തല്ലുവിടുമ്പോ എന്താ പറയുക, നിനക്ക് മുഖത്ത് മീശ മുളച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പാടാങ്ങോട്ട് എന്നാണ് പറയണത്. അപ്പൊ പെണ്ണുങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു രോമം വരുമ്പോ എന്തിനാ ഇത് കളയാൻ നടക്കുന്നത്? ബ്യൂട്ടീഷ്യൻ അവിടെ ഇവിടെ പോണോ? ആണിന്റെ തുല്യ അവകാശമല്ലേ, അപ്പൊ ഇന്നെ കളയാൻ നടക്കരുത്. ഒരിക്കലും പുരുഷന് തുല്യം ഒരു സ്ത്രീ ആവില്ല എന്ന് കരുതി പുരുഷന്റെ അടിമയല്ല സ്ത്രീ. പുരുഷന്റെ അടിമയല്ല പുരുഷൻ, സ്ത്രീ ഒരു സ്റ്റെപ്പ് എപ്പോഴും താഴെ. അതായത് കറക്റ്റ് എന്താണെന്നറിയോ, പുരുഷൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആഞ്ഞു ശ്രമിച്ചാലും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റില്ല. സ്ത്രീകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ പുരുഷന് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ എന്താ പറയാ, നേതൃത്വ പാഠവും എന്ന് പറയുന്നതൊക്കെ പുരുഷൻ ചെയ്യില്ലോ എന്നുള്ളതല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പണ്ട് മരം കയറ്റം ഇത് പറഞ്ഞാണ് പെണ്ണുങ്ങൾ വെല്ലുവിളിച്ചായിരുന്നു. എന്നിട്ട് തെങ്ങുമ്പിലൊക്കെ കയറാൻ എന്തോ മറ്റേ അവര് കയറുന്നുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി അതുപോലെ അങ്ങനെ ഈ ചേച്ചി ഈ ഒരു ടോപ്പിക് എടുത്ത് ഇട്ടതുകൊണ്ട് നമ്മൾ ചോദിക്കാതെ പോകുന്നത് ശരിയല്ല.
ഇപ്പം വനിതാ കമ്മീഷൻ ഓൾറെഡി നമുക്കുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ ഒരു പക്ഷം ബാധിക്കുന്ന മറ്റൊരു കമ്മീഷനാണ് പുരുഷ പക്ഷെ അത് വേണമല്ലോ, വേണം, എപ്പോഴും വേണം. ഞാനത് നിർബന്ധം പറയണ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വേണം അവകാശം. പുരുഷന്മാരുടെ കാര്യങ്ങൾ പറയാൻ പുരുഷന്മാർക്ക് വേണ്ടേ, അത് വേണം. അല്ല ഞാൻ ചോദിക്കുന്നത് ഈ എന്താ, അതായത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് വിഷയങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം, അല്ലെങ്കിൽ മറ്റ് പല വിഷയങ്ങളും. പുരുഷന്മാർക്ക് അത് വേണം. അല്ല ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു പുരുഷനെ എന്താ പറയണ്ട, ഒരു കുറ്റക്കാരനാക്കി മുദ്രകുത്താൻ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ സ്ത്രീക്ക് പറ്റുന്നവരാണ് ലൈംഗികാരോപണം. വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു പുരുഷനെ താറടിച്ച് കാണിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട്. തെറ്റ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയല്ല പറയുന്നല്ല, തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ഒരു പുരുഷനോട് ദേഷ്യം അല്ലെങ്കിൽ ഒരു പക ഉണ്ടായാൽ ഒരു സ്ത്രീക്ക് വളരെ സിമ്പിൾ ആയിട്ട് അവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അവന്റെ ഫോട്ടോയും പടവും ചിത്രവും കാര്യങ്ങളെല്ലാം അടുത്ത ദിനപത്രത്തിൽ വരും, മാധ്യമങ്ങളിൽ വരും, നവമാധ്യമങ്ങളിൽ വരും. അവൻ മൊത്തത്തിൽ അവൻ അവന്റെ ജീവിതം. ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തില്ലേ? അങ്ങനെ ആത്മഹത്യ ചെയ്തു. അതിന്റെ ശേഷമാണ് ഞാനിത് പറയുന്നത്. അതായത് ബസ്സിൽ ഏതോ നിൽക്കാറില്ല, ബസ്സിൽ എന്തോ ആത്മഹത്യ ചെയ്തു. മഹാപ്രയാക്ക് അതൊന്നും അറിഞ്ഞിട്ട് പോലും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ശരിക്കും പുരുഷന്മാർക്കും എതിരിടാൻ പുരുഷന്മാര് വേണം. പിന്നെ ന്യായം എന്ന് പറഞ്ഞത് എല്ലാവർക്കും വേണം. അതെ, ഈ തുല്യത പറഞ്ഞിട്ട് അവിടെ മാത്രം തുല്യത ഇല്ലാത്ത എന്താ? അങ്ങനത്തെ ചോദ്യം. ഇക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലായിടത്തും വേണമല്ലോ, എല്ലായിടത്തും വേണം. അത് അവിടെ ഇല്ലല്ലോ. ഈ ചേച്ചി പ്രിയദർശിനി ബസ്സിലെ ഈ സൗജന്യ യാത്രയോട് ചേച്ചിയുടെ എന്താ നിലപാട്? അതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ആൾക്കാർ വലിയ കൊല്ലും, ഞാൻ അതുകൊണ്ട് പറയണില്ല. കാര്യം അല്ല ഞാൻ പറയുന്നത് വേറൊന്നല്ല, അങ്ങനെയല്ല. ഫ്രീ ആവശ്യമാണ്, പക്ഷെ അത് എല്ലാവർക്കും കണ്ണടച്ച് ഫ്രീ കൊടുക്കരുത്. സാമ്പത്തികം നോക്കി കൊടുക്കണം. ഇപ്പൊ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർക്കും ഫ്രീ. അപ്പൊ ഞാൻ ഈ പാവപ്പെട്ട ആണുങ്ങളുണ്ടല്ലോ, അല്ല അപ്പൊ ഈ പാവപ്പെട്ട ഒരു നിവൃത്തിയില്ലാത്ത ആണുങ്ങളുണ്ടല്ലോ, അപ്പൊ അത് ആണുങ്ങൾക്കും കൊടുക്കണ്ടേ, പുരുഷന്മാർക്കും കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ വരുമാനം നോക്കി കൊടുക്കുക. ഇതിപ്പോ എല്ലാ സംഭവങ്ങളും വരുമാനം നോക്കിയാണല്ലോ കൊടുക്കുന്നത്. റേഷൻ കാർഡ് വരുമാനം നോക്കിയാണ്, മറ്റുള്ളത് വരുമാനം നോക്കിയാണ്. ഈ റേഷൻ കാർഡ് കൊടുക്കുന്നതിലും തെറ്റുണ്ട്. ഒരു നിവൃത്തിയില്ലാത്ത ഏതോ ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഈ വീടുണ്ടാക്കിയ സമയത്ത് എനിക്ക് വർക്കുണ്ട്. ഇത് കഴിഞ്ഞ് എനിക്ക് ഏജായി വരികയാണ്, എനിക്ക് കുറച്ച് കാലങ്ങൾ കൂടി കഴിഞ്ഞു, ഒരു നിവൃത്തിയില്ല. അപ്പൊ ടെറസ് വീടാണെന്ന് പറഞ്ഞാൽ എനിക്ക് അരി 16-18 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിർത്തി കൊടുക്കും. അപ്പൊ നമ്മളുള്ള സമയത്ത് ഒരു വണ്ടി മേടിച്ചിട്ടു, ആ വണ്ടി പിന്നെ കൊടുത്താലും പൈസ കിട്ടൂല, ഒന്നുമില്ല. ശരി, അത് ആരെങ്കിലും ഒരു ആസ്പത്രി പോകാൻ, ആരെങ്കിലും മക്കൾ എന്തെങ്കിലും ദൈവം വിചാരിച്ചൊന്ന് ഉരുട്ടി ആസ്പത്രി കൊണ്ടാക്കിയിടും, അതിനും ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞാല്. അപ്പം വരുമാനം നോക്കി ചെയ്യുക, നല്ല കാര്യമാണ്. ഞാൻ ഒരിക്കലും ഇത് തെറ്റു പറയില്ല. കാരണം തുച്ഛമായിട്ട് ഇപ്പൊ ശമ്പളം എന്ന് പറഞ്ഞ പോകുന്നുണ്ട്, ശമ്പളം വളരെ കുറഞ്ഞ പൈസ ഉണ്ട്. ബസ്സിന്റെ പൈസ ആണെങ്കിൽ കൂടുതൽ കൂടി വരും ദിവസത്തില്. അപ്പൊ ഈ ശമ്പളം കിട്ടുന്നത് ഈ ബസ്സിന് പൈസ കൊടുത്താൽ പിന്നെ വീട്ടിൽ അരി മേടിക്കാൻ പൈസ ഇല്ല. മനസ്സിലായില്ലേ? ലക്ഷങ്ങൾ വാങ്ങുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്ക് ഇപ്പൊ ഞാൻ പറയാം, എനിക്കിപ്പോ ഫ്രീ വേണമെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഫ്രീ തന്നാലും ഞാൻ വാങ്ങരുത്. അഭിമാനബോധമുണ്ട് ഞാൻ ഫ്രീ തന്നാലും വാങ്ങരുത്. കാരണം ഒരു നിവൃത്തിയില്ലാത്തവർക്ക് കൊടുക്കുക. അതാണ് ഞാൻ പറയുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കൊടുക്കുക. ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്ന് പറഞ്ഞാൽ കണക്കെടുക്കുക ഒന്നും ശരിയല്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങുന്നവര് കോടികളുള്ളവരാണ്. 5 റൂം ഉണ്ടെങ്കിൽ 10 റൂമിൽ AC വെച്ചോണ്ടിരിക്കുന്നവരാണ്. ഞാൻ ഈ കാര്യത്തിലൊക്കെ ഇടപെടാത്ത എന്താ ഇടയ്ക്ക് വേഗം ഭ്രാന്ത് വരും. അതെ, അടിച്ച് തമ്പൂറാക്കും. അങ്ങനത്തെ വിഷയമുണ്ട്. എന്റെ മോനെ അങ്ങ് അടിച്ച് തമ്പൂറാക്കി കളഞ്ഞവര്. ഒറ്റ അടി എന്റെ മേ കൊണ്ടില്ല, ഒറ്റ ദേഹത്തോണ്ടില്ല, അവന്റെ പതിനെ കാണോ അതല്ലേ? അത് ഒടുക്കത്തെ ഒരു സീനും. അത് ഞാൻ ഒരുപാട് ഷമ്മി ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞു, നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, കൂടെ അഭിനയിച്ച് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു തള്ളിമാനം തന്നെയായിരുന്നു അത്. അത് കിടിലനായിരുന്നു. അത് കൂട്ടൊക്കെ ക്യാരക്ടർ എഴുതി വെക്കാൻ ലോഹിദാസിനെ കൊണ്ടേ പറ്റുള്ളൂ അല്ലേ? ഇനി അങ്ങനെ ഒരു ലെജൻഡ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ ലോഹിസാറുമായിട്ടുള്ള എങ്ങനെയാ? ലോഹിസാറായിട്ട് ഒരു കണക്ഷനും ഇല്ല. എന്നാൽ ഞാൻ ലോഹിസാറും തൊട്ടടുത്ത് താമസിക്കുന്നത്. അത് സാറ് പറയുകയും ചെയ്തു,
ഇത്രയും നാളെ എങ്ങനെയാണ് ഈ കസ്തൂരിമാനിലേക്ക് എത്തപ്പെടുന്നത്? കസ്തൂരിമാനിലേക്ക് എത്തപ്പെടുന്ന എങ്ങനെ വെച്ചാൽ എന്നെ, അതായത് ഗുരുവായൂർ വിനോദ് എന്ന് പറഞ്ഞ ഒരു കൺട്രോളർ ഉണ്ടായിരുന്നു. ആ, അപ്പൊ ഇവര് കുറെ പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്നു, ഒന്നും സാറിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനെ വിനോദ് പറഞ്ഞു നമുക്ക് കുളപ്പുള്ളി ലേഡി ചേച്ചീനെ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഇവര് കോൺവെന്റിൽ എങ്ങാണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നാടകത്തിന് പോകല്ലേ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ലോഹി സാർ ഇന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പടത്തിന്റെ ഇതിനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ സുകുമാരൻ, അപ്പൊ പിന്നെ സുകുമാരനല്ല, വീണ വേറൊരു പേരാണ്, അയാള് വീണിട്ടുണ്ട് ക്യാമറയും വന്ന്. അപ്പൊ ആ പേര് കൂട്ടിയാണ് അയാളെ വിളിക്കുക. സുകുമാരൻ സാർ അന്ന് തടിച്ച സുകുമാരനാണ് ഉണ്ടായിരുന്നത് കസ്തൂരിമാനിന്. ആ, അപ്പൊ അല്ല, അത് അയാൾക്ക് അതിരുന്ന ഇതിന് ഇതിന്റെ ക്യാമറമാന്റെ പേര് പറ്റി ഓർമ്മയില്ല. അയാൾക്ക് അതിരുന്നതിന് ആദ്യം ചെയ്ത പടം. അപ്പൊ അതിന്റെയാണ് മറ്റേ തടിച്ച സുകുമാരനത്. വേണു ഇതിന്റെ ക്യാമറാമാൻ വേണു. അപ്പൊ ഒരു വേണു, രണ്ട് വേണു ഉണ്ട് ക്യാമറാമാൻ. ഒരു വേണു എങ്ങാണ്ട് ക്യാമറാമാൻ വീണിട്ടുണ്ടെന്ന്, ഒരു വേണു സാറ്. അപ്പൊ വേണു എന്നാണ് അതിനെ പറയണത്. അപ്പൊ ഈ വേണു ആണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ ലോഹി സാറ് വിളിച്ച് ചെന്നു. അപ്പൊ എന്നോട് ലോഹി സാറ്, ഞാൻ ലോഹി സാർ പിന്നെ അറിയാലോ, സംസാരിക്കാറൊന്നുമില്ല. ആള് സൂത്രധാരൻ കണ്ടുപോകുന്നത് അത് നാടകത്തിന് മുമ്പിലല്ലേ, അതൊന്നും ഓർമ്മയില്ല എനിക്ക്. അപ്പൊ ചേച്ചിയുടെ മുടി അഴിച്ച തറയിൽ വീഴുമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ സാറെ തറയിൽ വീണെങ്കിൽ നമുക്ക് വീഴ്ത്താം, പക്ഷെ അത് ഞാൻ എടുത്തിട്ടില്ല, ഇത് തറയിൽ വീഴില്ല എന്ന് പറഞ്ഞു. ഞാൻ മുടി ഒന്ന് അഴിച്ചിടാൻ പറഞ്ഞു. എന്റെ നായികയ്ക്ക് മുടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മുടി അഴിച്ചിടുക. നല്ല ഉള്ളുണ്ടായിരുന്നു, നല്ല ചുരുണ്ട് നല്ല തിക്കുള്ള മുടിയാ. ആ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശരി വിളിക്കാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പടമൊക്കെ തുടങ്ങിയപ്പോ പിള്ളേര് പറഞ്ഞു വിനോദേട്ടന് ചെലവ് ചെയ്യണട്ടോ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തേന്ന്. വിനോദേട്ടനാണ് ചേച്ചിയുടെ പേര് പറഞ്ഞു. അപ്പൊ വിനോദ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടൊന്നല്ല പൊന്നു ചേച്ചി, ഞാനൊന്നല്ല പറച്ചമ്പുരം ഇറങ്ങി വന്നാലും ശരി സാറ് സമ്മതിക്കൂല, സാറിന് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ സമ്മതിക്കൂ. സാറിന് ഞാൻ പേര് പറഞ്ഞപ്പോ ചേച്ചിയെ കാണണമെന്നായി, അപ്പൊ ചേച്ചിയെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ കസ്തൂരിമാനിലേക്ക് വരുന്നത്. കസ്തൂരിമാനിലേക്ക് വന്നിട്ട് ഫസ്റ്റ് എടുക്കുന്ന സീൻ അംബിക മോഹനാണ് അതില് മീര ജാസ്മിന്റെ അമ്മയായിട്ട്, സോനയും. അപ്പൊ സോനയുടെ അമ്മായിയമ്മയാണല്ലോ, ഷമ്മിയാണല്ലോ സോമന്. അപ്പൊ ഇവരിങ്ങനെ അടിച്ചു വരും കൊണ്ടിരിക്കുമ്പോ ഞാൻ വന്നിട്ട് ഇവളെ ശപിക്കുന്ന സീനാ. നിന്റെ കെട്ടിയവനെ പഴക്കപ്രാവിലെ വീഴുമ്പോൾ അല്ലടി പ്ലാവിന്റെ മുകളിൽ നിന്ന് വീണ് ചത്തത് എന്നൊക്കെ, ഇത് എന്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീടുണ്ടാക്കിയത് നിങ്ങളുടെ പണമുള്ളൂ, സ്ഥലം എന്റെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തല്ലൂട്ട. ഈ തല്ലൂട്ടം കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് ചെന്നപ്പോ സോനയുടെ അമ്മ എന്നോട് പറഞ്ഞു ലീലയ്ക്ക് അവാർഡ് ഉറച്ചതാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവാർഡ് വരും തരാൻ ഞാൻ മതിയെന്നു. എല്ലാരും പറഞ്ഞു കസ്തൂരിമാനിൽ എനിക്ക് അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളതൊന്നും ആഗ്രഹിക്കണില്ല, നമുക്ക് വർക്ക് കിട്ടണം. അപ്പൊ അത് സാറ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് എന്നോട് പിള്ളേര് പറഞ്ഞത്, സാറ് പറഞ്ഞെന്ന് ഞാൻ എഴുതി വെച്ച ക്യാരക്ടർ ഞാൻ കണ്ടതിനേക്കാളും സൂപ്പറായിട്ട് ചേച്ചി ചെയ്തു തന്നു. എനിക്ക് വളരെ സന്തോഷമായി. വേറൊരാൾക്ക് എനിക്ക് തോന്നുന്നില്ല അത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ. ഒരു പ്രാവശ്യം മേക്കപ്പ് ഇടുമ്പോ ജയേന്ദ്രനാണ് മേക്കപ്പ് ഇട്ടിരുന്നത്, അവൻ തമിഴേ സംസാരിക്കൂ. അപ്പൊ സാറ് പറഞ്ഞു ചേച്ചി വൃത്തികേടാക്കാൻ പറ്റുന്നിടത്തോളം വൃത്തികേടാക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ പറയാ ഞാൻ സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലേ അങ്ങനെ പറയണത്. അപ്പൊ എനിക്ക് മേക്കപ്പ് ഇട്ട് കണ്ണാടി ഉണ്ടപ്പോ തോന്നി ഇച്ചിരി കറുപ്പ് പോരാൻ തോന്നി എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ജയ ഇവിടെ ഇച്ചിരി കറുപ്പ് പോരാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ എന്നെ ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് പറഞ്ഞു അമ്മ ഞാൻ ഇത്രയും വർഷമായി സിനി ഫീൽഡ് വന്നിട്ട് കറുപ്പ് പോരാന്ന് ഒരാൾ ആദ്യമായിട്ടാണ് പറയണത്. ആ, അപ്പൊ എന്നിട്ട് അത് അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും വലിയ മേക്കപ്പിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന് സുഖല്യാണ്ടായി. അതുപോലെ ക്ലൈമാക്സിൽ എനിക്ക് കുറച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ കസ്തൂരിമാനില്. അപ്പൊ പുള്ളിക്ക് വയ്യാണ്ടായപ്പോ പുള്ളിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. വിനോദാണ് വന്നത്. അപ്പൊ വിനോദ് പുള്ളിനെയും കൊണ്ട് അങ്ങോട്ട് കടന്നു. ഞാൻ പുറകെ ചെന്നു ഡോക്ടർ ഇങ്ങോട്ട് അകത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ വിനോദ് അങ്ങോട്ട് പോയപ്പോഴേ അങ്ങോട്ട് കയറണ്ട പുറത്തിരുന്നാൽ മതി പറഞ്ഞു അവിടെ നിന്ന്. അപ്പൊ വിനോദ് വന്നപ്പോ എന്താ ചേച്ചി പുറത്തേക്ക്, അവനെ ഡോക്ടറിനെ പുറത്താക്കിന്ന്. അപ്പൊ വിനോദ് അകത്ത് എന്ന് പറഞ്ഞ പിന്നെ അത് ആർട്ടിസ്റ്റാണ്, പിച്ചക്കാരിയാ അല്ല അതൊരു ആർട്ടിസ്റ്റാണ്, അവിടുന്നാണ് വന്നത് പറഞ്ഞു. സോറി എന്ന് പറഞ്ഞ അയാള്. കാരണം അതുപോലത്തെ മേക്കപ്പ് അതുപോലെ തന്നെ എനിക്ക് പല്ലി മൊത്തം ഇതെല്ലാം കറുപ്പിച്ച് അത് തമിഴില് ചെയ്തപ്പോ തല കറങ്ങി വീണുപോയി ഞാന്. ഇവരാ മുറുക്കണേന് പുകല കൂട്ടി. അതാണ് എനിക്ക് തമിഴിലേക്ക് എൻട്രി കസ്തൂരിമാനാണ്. തമിഴില് ചെയ്തു, പ്രസന്ന ആയിരുന്നു അതില്, പ്രസന്ന മീര ജാസ്മിൻ. പക്ഷെ പടം അത്ര അങ്ങ് പോയില്ല. സോനയുടെ സംഭവം വിനോദിനിയാ ചെയ്തിരുന്നത്. ഇവിടെ കസ്തൂരിമാൻ വൻ വിജയമായിരുന്നു, അടിപൊളി. 101 ദിവസം ഇതിന്റെ ഉള്ളിൽ എവിടെയുണ്ട്. കുറെ എടുത്ത് ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട്.
കസ്തൂരി മാം വൻ വിജയം, നല്ല സോങ്ങും നല്ല ചിത്രവും. നല്ല അസലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചേച്ചി അതുപോലെ തന്നെ ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ നിങ്ങളുടെ എം എൽ എ അതിനൊരു സംശയമില്ല, അങ്ങനെ തന്നെ പറഞ്ഞു. അതെ അതെ, നിങ്ങളുടെ എം എൽ എ, നിങ്ങളുടെ മുഖ്യമന്ത്രി, അങ്ങനെ തന്നെ പറഞ്ഞേക്കാം. വി.ഡി. സതീശൻ സാറുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഓർമ്മകൾ? അല്ലെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് നിങ്ങളുടെ എം എൽ എ? അല്ല, ഞങ്ങള് മിക്കവാറും ഓരോ സ്റ്റേജില് ഉണ്ടാവും. പുള്ളി ചെല്ലുന്ന സ്റ്റേജിലൊക്കെ ഞാനും ഉണ്ടാവും. പക്ഷെ പുള്ളി അങ്ങനത്തെ ഒരു വലിയ ഒരാളാണെന്നുള്ളൊരു ഭാവം പുള്ളി കാണിക്കാറില്ല. എന്റെ അമ്മ മരിച്ചിട്ട് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ കൂടി ഫോട്ടോ എടുക്കുമ്പോൾ ഇവള് അവിടെ ഇങ്ങനെ നിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിക്കുന്ന അവളെ പിടിച്ചു വെച്ചും കാഞ്ഞ് ഫോട്ടോ എടുത്ത്. അതുപോലെ തന്നെ ആര് ചെന്നാലും പുള്ളിയോട് സംസാരിക്കാം. ഞാൻ പണ്ട് വളരെ എല്ലാവരുമായിട്ട് ഞാൻ എയർപോർട്ടിലും പോയിരുന്നു, ഇവിടെയും പോയിരുന്നു. അപ്പൊ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന സീൻ കണ്ടിട്ട് എന്നോട് ഒരുപാട് ആൾക്കാർ വന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു കത്ത് കൊടുക്കാണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു യാതൊരു കണക്ഷനും ഞങ്ങൾ തമ്മിലില്ല. അങ്ങനത്തെ അല്ല, അത് ശുപാർശ ഇല്ല. കാരണം അവരുടെ സ്വൈര്യതയിലേക്ക് നമ്മൾ കയറി ചെല്ലാൻ പാടില്ല. മനസ്സിലായി? അവരെത്ര വലിയ ആള്. ഒരു പ്രാവശ്യം ഒരു ഷോർട്ട് ഫിലിമിന് രണ്ടുപേരും നിങ്ങളുടെയൊക്കെ പ്രായമുള്ള പിള്ളേരാ, ഇയാള് തിരികെത്താൻ വരും പറഞ്ഞ് ഇവര് കാത്തിരിക്കുക. എന്നെയാണ് വിളിച്ചത്. ഞാനും ചെന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ്. അപ്പൊ അന്ന് എനിക്ക് ഇയാളെ എത്ര വലിയൊരു പരിചയമൊന്നുമില്ല. ഞാൻ ഇവിടെ വന്ന ഉടനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ദൈവമേ അയാളൊന്നും വരൂല, അയാളൊക്കെ എത്ര വലിയ മനുഷ്യനല്ലേ വരും എന്ന് പറഞ്ഞു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോണ്ട് വേർത്ത് കുളിച്ചിട്ട് പുഴയെന്ന് മുങ്ങി കയറി പോലെ മനുഷ്യൻ വരുന്നു. പറയുമ്പോ എ സിയിലാ വരുന്നതെന്ന് ആലോചിക്കണം. അതിൽ വരുമ്പോ അങ്ങനെ വേർക്കണമെങ്കിൽ അതിന്റെ ചൂടെന്താ വന്ന വശം. അയ്യോ സോറി കേട്ടോന്ന് ഈ പിള്ളേരോട്. ഞാനും ഒന്നിങ്ങനെ ചേച്ചി സോറി പറഞ്ഞു. എന്ത് സോറി? പുള്ളി വന്ന് വിളക്ക് കത്തിച്ച് പുള്ളി പോയി ആ കാര്യം. അതുപോലെ ഇവിടെ തൊട്ട് 2-3 വീടിന്റെ അപ്പുറത്ത് ഇതുപോലെ വന്ന് ഞങ്ങൾ അധികം പരിചയവും കാര്യം ഒന്നുമില്ല. അങ്ങനെ വന്ന് ഇരത്തിക്കും ഇത് എന്റെ പെങ്ങളാന്ന് പറഞ്ഞിട്ട് ചേന്ന് പറയും ഞാൻ എന്റെ ഇതിൽ ഉള്ളതാണെന്ന് പറയണ എനിക്ക് അഭിമാനാണെന്ന് വി.ഡി. സതീശൻ പറഞ്ഞതാ. ശരിക്കും സത്യത്തിൽ ഒരു മന്ത്രിയായിട്ടല്ല തോന്നുന്നത്, എന്റെ മോനായിട്ടാ വി.ഡി. സതീശനെ തോന്നുന്നത്. സത്യമായിട്ട് ഒരു അമ്മയുടെ ഒരു തമിഴിലത്തെ ഒരു പാട്ട് കൂട്ടായിരുന്നു വി.ഡി. സതീശനെ ഒരു ചാനലിൽ ഇട്ടിട്ടും കണ്ടേന്. ഭയങ്കര പുള്ളി അത് എന്നോട് എയർപോർട്ടിൽ നിന്ന് അറിയാം അതൊക്കെ പാട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ദൈവം എന്നാരെ തലികൊല്ല ഞാൻ മതി എന്ന് പറഞ്ഞേനു. അപ്പൊ അവരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ സംശയം, കേരളം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ദൈവം അനുഗ്രഹിച്ച് തന്നെ ആക്കിയത് തന്നെയാ അതല്ലേ? ദൈവം അനുഗ്രഹിച്ചാക്കിയതാ. കാരണം ഒരുപാട് ഇപ്പൊ ഒരു സംഭവം ഉണ്ട്. അതേ പരമാതിരി അവർ എന്റെ രതിക്ക് കുറെ പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. അത് എന്താണ് സംഭവം സതീശന്റെ അടുത്ത് എത്താഞ്ഞിട്ടാണോ എന്താ കാര്യം എന്ന് എനിക്ക് അറിയില്ല. ഈ ടാർ ഉരുക്കണേ ആ സ്ഥലപ്പേര് ഞാൻ മറന്നു. ഈ കൊല്ലത്ത് ഒരു സ്ഥലത്ത് ടാർ ഉരുക്കണേ ഇത് ഉണ്ടായി. അപ്പൊ അവിടെ കുറെ കുട്ടികൾക്കൊക്കെ അപകടങ്ങൾ പറ്റി. അവർ കുറെ പ്രാവശ്യം വന്നു, ഇതൊന്നും ആയില്ല എന്ന് പറഞ്ഞപ്പോ എന്നെ അവള് വിളിച്ചെങ്ങാഞ്ഞ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല മോളെ, ഞാനായിട്ട് ഒരു കണക്ഷനും ഇല്ല. നമ്മളെവിടെയും കാണുമ്പോഴേ അവർക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാര്യം ഒരു പ്രശ്നങ്ങളില്ലെങ്കിൽ അവനത് അത് തീരുമാനാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒന്നുകിൽ പുള്ളിയുടെ അടുത്ത് അത് എത്തിയിട്ടില്ല, ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. പുള്ളി രാവ് പകല് ഉറക്കൊഴിച്ചിട്ടാണെങ്കിലും ശരി പുള്ളി ഏറ്റ കാര്യങ്ങൾ പുള്ളി ഏറ്റെടുക്കും. പുള്ളി നല്ല ഭരണം ഭരിക്കും, ഒരു സംശയം വേണ്ട. ഞാൻ വിജയന്റെയും രാധാകൃഷ്ണന്റെയും പേരൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇനി ഞാൻ ജനിച്ചു വീണത് ജനിച്ചു വീണത് അരിവാളിലേക്കാണ്. എല്ലാവരും അതെ. ഞാൻ ഒരു വോട്ട് മാറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വി.ഡി. സതീശനേ ഉള്ളൂ. അതൊരു ഇമ്പാക്ട് സാധനമാണ്. അത് പ്രത്യേകിച്ച് നമ്മളൊന്ന് ഹൈലൈറ്റിൽ കൊടുക്കേണ്ടതാണ്. കാരണം എന്താന്ന് വെച്ചാല് അതെ, കാരണം എന്താണെന്നറിയോ? അല്ലല്ല അല്ല വ്യക്തിപരമല്ല അന്ന്. കാരണം ഞാൻ ഇവിടെ ഈ സ്ഥലം എടുത്തിട്ടേ ഉള്ളൂ. ട്രെയിനിൽ പോരാ. ഞാൻ അന്ന് ട്രെയിനിൽ പോരാണ്ട്. ഞാൻ 22 വർഷമായി ഇവിടെ താമസിക്കുന്നത്. അപ്പൊ ഞാൻ ട്രെയിനിലൊക്കെ വരും. ട്രെയിനിൽ വരുമ്പോ കുറെ പെണ്ണുങ്ങളൊക്കെ ഇരിക്കണ്. അപ്പൊ ഒരു പെണ്ണ് പറയാ വി.ഡി. സതീശൻ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഞാൻ കള്ളവോട്ട് ചെയ്യാൻ പറ്റുക ചെയ്യുന്ന. അപ്പൊ വേറൊരു രക്ഷ എന്തെങ്കിലും പറഞ്ഞ പോലീസുകാരൊന്നും ഇതാക്കൂട്ട നീ വേറെ വേണ്ടാത്ത അല്ല. അപ്പൊ വേറൊരു ചോദിച്ചു എന്താ പറയാനുള്ള കാര്യം ചെയ്യാമെന്ന് MLA ആണെന്ന്. അപ്പോ കുട്ടിക്ക് ക്യാൻസർ വന്നപ്പോ ഈ സ്ത്രീയുടെ അപ്പൊ പല സ്ഥലത്തും വന്ന് നോക്കി. അളി പറവൂരുകാരത്തി ഒന്നും അല്ല, പല സ്ഥലത്തും വേറെ ഏതോ സ്ഥലത്തെയാണ് കൊണ്ട് ചെന്ന് നോക്കിയപ്പം എവിടുന്നും ഇതായില്ല. ഇയാള് MLA കോട്ട തിരുവനന്തപുരത്ത് എങ്ങാണ്ടാണ്, അവിടെ എങ്ങാണ്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആരോ പറഞ്ഞു വി.ഡി. സതീശൻ ചെന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഇയാള് വി.ഡി. സതീശൻ ചെന്ന് ഇവരെ പരിചയപ്പെടുത്തി കൊടുത്ത് അപ്പോഴേക്കപ്പോഴേ ഡോക്ടറെ ഫോൺ ചെയ്ത് ആ ഡോക്ടറെ ഏരിയത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പൈസയും കൊടുത്തു. കുറച്ചങ്ങോട്ട് കുട്ടീനെയും കൊണ്ട് പോയപ്പോ പറഞ്ഞ പോലെ പിയനോട് പറഞ്ഞു അവരോട് ഇങ്ങോട്ട് വരാൻ പറയാന്ന് പറഞ്ഞു.
VD സതീശൻ ഡ്രസ്സും മാറി കുട്ടീനെ കൂട്ടി ഇവര് പോയി ഡോക്ടറെ കാണിച്ച് അവിടുന്ന് കുറച്ച് പൈസ എന്തോ കൊടുത്ത് വിട്ടുന്ന്. പിന്നെ അവര് കള്ളവോട്ടേ ചെയ്യുള്ളൂ. ഇത് എന്റെ മനസ്സിൽ കേട്ടപ്പോ എനിക്ക് തന്നെ രോമാഞ്ചം വരുന്നത് കേട്ടിട്ട്. സത്യം. അത് കഴിഞ്ഞ് എനിക്ക് ഞാൻ പലർക്കും പലതും സഹായിച്ചിട്ട് ഒക്കെ കൂടി എന്നെ മുക്കി. ഈ വീടിന് ജപ്തി വന്നു, വേറെ ആൾക്ക് ലോൺ എടുത്തു കൊടുത്തിട്ട്, ഒരു കടയ്ക്ക് വേണ്ടി ലോൺ എടുത്തിട്ട്. എന്റെ അപ്പുറത്ത് അവരിപ്പോ അവിടെ പോയി ഒരുപാടൊക്കെ ആയിരുന്നു ലോൺ എടുത്തു കൊടുത്ത് അവർ ഇവിടുന്ന് പോയി. അത് ഞാനൊരു ദിവസം അപ്പോൾ ജപ്തി വന്നപ്പോൾ ഞാൻ VD സതീശന്റെ അടുത്ത് ചെന്ന് അപ്പോൾ ഇങ്ങനത്തെ കാര്യമൊക്കെ എന്നോട് ഒന്ന് അറിയിക്കാൻ പാടില്ലെന്ന് വെച്ചാൽ അപ്പൊ അതിന്റെ മുമ്പ് ഞങ്ങൾ കാണാറും പിടിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. ചെന്നപ്പോഴേക്ക് മാസത്തിലേക്ക് അത് അടവ് ആക്കി തന്നു. മാസത്തിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടാ പോണത്. അതെന്താ പർച്ചേസിംഗ് ലോൺ, എനിക്ക് ഇതൊക്കെ അറിയോ, ഞാനിവിടെ പർച്ചേസ്. അതുപോലെ ആര് ചെന്നാലും ശരി ഒരാളെയും പുറത്ത് നിർത്തുക അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ എന്തോ നിൽക്കില്ല VD സതീശൻ. അത്രയും നല്ലൊരു പൊതുപ്രവർത്തനം കൂടിയാണ്. പൊതുപ്രവർത്തനാണ്. ആര് എന്ത് പറഞ്ഞാലും ശരി. ഇപ്പൊ ഒരു ഇതിൽ കാണില്ല ഇവിടെ അത് ഭയങ്കര പറയപ്പെടുന്നത് അടിപൊളിയാണ്. അടിച്ചു കയറി വരും. അല്ല, ഈ ഒരു മാസം ആയതുള്ളൂ. ഈ ഒരു മാസം ആയപ്പോ തന്നെ അദ്ദേഹത്തിനെതിരെ ഇപ്പൊ സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ഈ ഒരു മാസം കൊണ്ട് നമുക്ക് ഈ ഒരു കേരളത്തിനെ നിന്ന് ഇപ്പൊ ന്യൂയോർക്ക് ആക്കാൻ പറ്റിയല്ലോ. സമയം കൊടുക്ക്. പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണ ഭഗവാനെ അതിനൊന്നും വരാതിരിക്കട്ടെ എന്നുള്ളത്. സത്യമായിട്ട് കാര്യം എന്താ വെച്ചാ ഒരു മോളുണ്ട്. മോളാണെങ്കിലും നല്ല ഇത് ഞങ്ങളവിടെ ഒരു സംശയം വേണ്ട. കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു മുഖ്യമന്ത്രി ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ആവണം, അതാണ് വേണ്ടത്. അപ്പം സ്വാഭാവികമായിട്ട് അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം കൂടി നമുക്ക് ചോദിക്കാതെ പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ആ ചോദ്യത്തിന് വളരെ അനിവാര്യത ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ചേച്ചി, വൃദ്ധസദനങ്ങൾ ഓരോ ദിവസം കൂടുമ്പം പൊട്ടി മുളയ്ക്കുന്ന സമയമാണ്. ചേച്ചിയുടെ അമ്മേനെ എങ്ങനെയാണ് നോക്കിയെന്ന് ചേച്ചിയുടെ പല വീഡിയോസിലൂടെയും ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ചേച്ചി ആ മാതൃവാത്സല്യത്തിന്റെ നല്ല ഓർമ്മകൾ ചേച്ചി പങ്കുവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് കേരളത്തിന്റെ ഓരോ ജില്ലകൾ നോക്കിയാലും ഓരോ ദിവസം കൂടുമ്പോഴും ഓരോ വൃദ്ധസദനം കൂടി വരികയാണ്. അതായത് പെറ്റ വയറിനെ കൊണ്ടുപോയി പുറന്തള്ളുന്ന ഒരു സമൂഹമായി കേരളത്തിലെ യുവാക്കൾ, അല്ലെങ്കിൽ അതും ഈ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തവരോ അല്ല ഇങ്ങനെ കൊണ്ടുവിടുന്നത്. ഏറ്റവും സാമ്പത്തികമുള്ളവരും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവരുമാണ് ഈ അമ്മമാരെ കൊണ്ട് അല്ലെങ്കിൽ അച്ഛന്മാരെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ ഏൽപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ളവരോട് ചേച്ചിയുടെ അനുഭവം കൊണ്ട്, ചേച്ചി കൈവെള്ളയിലാണ് അമ്മേനെ കൊണ്ടു കിടന്നത്, ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ആ ഒരു പ്രായത്തിൽ അവരെത്തിയിട്ട് അവരുടെ മക്കൾ അവരങ്ങനെ ചെയ്യുമ്പോഴേ അവരത് അനുഭവിക്കുള്ളൂ. ഇപ്പം അങ്ങനെ കുറച്ച് അമ്മമാരെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു ട്രസ്റ്റിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടാണ് വന്നത്. നിങ്ങൾ എന്നെ വന്ന് കാത്തുമ്പോ ഞാൻ പോയത് രജിസ്ട്രേഷൻ, അവൻ പറഞ്ഞത് ഇത് രജിസ്ട്രേഷൻ ചെയ്യാനാണ് ഞങ്ങൾ പോയത്. അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഒരു 10 അമ്മമാർക്ക് ഭക്ഷണം അരിയും അവരുടെ എല്ലാം നോക്കി നടത്താൻ കഴിയണം. പിന്നെ കുറെ പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ പലതും ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്. ഭഗവാൻ എവിടെയാണ് എത്തിക്കാന്നറിയില്ല. പിന്നെ ഇപ്പം എൻ്റെ കൂടെ ഇപ്പൊ ഉള്ളത് അപ്പു എന്ന് പറഞ്ഞാണ്. അവൻ എൻ്റെ മാനേജറുമാണ്. പിന്നെ എൻ്റെ എല്ലാ ഇപ്പോഴത്തെ ഡേറ്റും കാര്യം ഒക്കെ നോക്കുന്ന മാനേജറാണ്. പിന്നെ മകനെ പോലെ തന്നെയാണ്. പിന്നെ എനിക്ക് കുറച്ച് പിള്ളേരുണ്ട് ഒരു കൂട്ടത്തിലുണ്ട്. പിന്നെ തിലകൻ, സുജീഷ്, പിന്നെ എൻ്റെ കൂട്ടുകാരത്തിയായിട്ട് തന്നെ, കൂട്ടുകാരത്തി എന്ന് പറയാൻ പേരക്കുട്ടിയുടെ പ്രായമേ ഉള്ളൂ, സുരഭി. പിന്നെ ഇപ്പം അവന്റെ അമ്മയാണ് ഇവിടെ കണ്ടില്ലേ, അവള്. അപ്പൊ ഞങ്ങളിപ്പം ഇന്ന് ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞേ ഉള്ളൂ, 6 പേര് കൂടി. അവന് ഏറ്റവും നന്നായിട്ട് ഈ സംഭവം കൊണ്ടുപോകണമെന്ന് ഇവനെ ഇപ്പൊ 2 വർഷമായിട്ടുള്ള ഇവന്റെ എത്തിയിട്ട് അവന്റെ ആഗ്രഹം. അവൻ ഓരോ കാര്യങ്ങളും അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു വരുമ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ഇപ്പൊ തിലകൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസവിക്കാത്ത എൻ്റെ മകനാണ്. അതുപോലെ തന്നെ അവനാണ് ഇതിന് എല്ലാം ഞങ്ങൾ എല്ലാവരെയും ഒരു ഇതായിട്ട് നിൽക്കുന്നത്. അവനോട് പോലും ഓരോ കാര്യങ്ങൾ അവൻ പോലും പറയാത്ത ഓരോ കാര്യങ്ങൾ ഇവനപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടിയപ്പോ എനിക്ക് തോന്നി ഒരമ്മ നമ്മൾ കൈവിട്ടു പോയപ്പോ 10 അമ്മമാർക്കെങ്കിലും ഭക്ഷണം കഞ്ഞി കൊടുക്കാൻ സാധിക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കാൻ നടക്കണം. അതിന് എന്റെ അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. എന്റെ അമ്മ കഴിച്ചില്ലെങ്കിലും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്മ കൊടുക്കുന്ന വ്യക്തിയാണ്. ആ അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനയാണ് ഇന്ന് എനിക്കത് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞത്. എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മ ജീവിച്ചിരിക്കുമ്പോ അമ്മയെ കൊണ്ട് ആ കെട്ടിടത്തിന് വിളക്ക് കൊളുത്തിക്കണം എന്നായിരുന്നു. അത് കഴിഞ്ഞില്ല. അമ്മ 97 വയസ്സിലാണ് പോയത്. ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ 99ആയി. 100 വയസ്സ് ആഘോഷിക്കണമെന്നുണ്ടായിരുന്നത് ദൈവം തന്നില്ല. പക്ഷെ ദൈവത്തിനോട് എന്നാലും ഞാൻ നന്ദി പറയാണ്, കഷ്ടപ്പെടുത്താതെ ദൈവം കൊണ്ടുപോയി. അല്ല ചേച്ചി അമ്മയ്ക്ക് വേണ്ടിയല്ലേ ജീവിച്ചത് തന്നെ? അമ്മയ്ക്ക് വേണ്ടിയാ ജീവിച്ചത്. അപ്പം എന്താണെങ്കിലും ചേച്ചി ഇപ്പൊ നല്ലൊരു കാര്യത്തിലേക്ക് ചേച്ചി കാലെടുത്ത് വെക്കുകയാണ്. ചേച്ചിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. കാരണം ചെറിയൊരു കാര്യമല്ല,
10 അമ്മമാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസവും വൃദ്ധസദനങ്ങൾ ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചേച്ചി മുന്നോട്ട് പോകുന്നതിൽ, അതും ചേച്ചി വലിയ സാമ്പത്തികമുള്ള ആളൊന്നുമല്ല, ഒരു സീറോ ബാലൻസ്. അതാണ് ഏറ്റവും നല്ല മനസ്സിൽ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത് രജിസ്റ്റർ ചെയ്യാൻ 10-25,000 രൂപ വേണമെന്ന് പറഞ്ഞു. എങ്ങനെയാണെങ്കിലും എനിക്കത് രജിസ്ട്രേഷൻ അങ്ങോട്ട് എത്തുന്നില്ല. വരുമ്പോഴേക്ക് എന്തെങ്കിലും ആവും. അങ്ങനെ ഇപ്പൊ കുറെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തുടങ്ങിയതാണ് ഇത് തുടങ്ങണം എന്നുള്ളത്. അങ്ങനെ ഞാനൊരു ജീവൻ ജ്യോതി ഉണ്ട് ഇവിടെ, ചുരുക്കി പറയ്ക്ക് സമയം പോയി. ജീവൻ ജ്യോതി ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇങ്ങനെ തലേന്ന് ചെന്ന് കിടന്നാൽ പിറ്റേന്ന് രാവിലെ എണീക്കരുത് എന്ന് പറഞ്ഞ കുറെ ആൾക്കാർക്ക് മനസ്സിൽ കുറിച്ച് അവർക്കൊക്കെ വലിയ സങ്കടമായി. അങ്ങനെ പറയരുത്, ഞങ്ങളൊക്കെ മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ജീവൻ ജ്യോതിയിലെ രണ്ട് ചെയർമാൻമാര് അവര് എന്തോ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വന്ന് ഇത് നോക്കിയപ്പോ അവര് ഇത് കണ്ടു. അപ്പോ അവര് എന്നെ ഒരു സീനിയർ ജീവൻ ജ്യോതിയിലെ ഒരു സീനിയർ മെമ്പർ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിളിച്ച് 25,000 രൂപ തന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു ഇതെനിക്കിത് രജിസ്ട്രേഷനുള്ള പൈസയാണെന്ന്. അപ്പൊ എന്റെ അമ്മയുടെ മനസ്സ് അവിടെ എത്തി. എന്റെ കുട്ടി ഇത് രജിസ്റ്റർ ചെയ്യാൻ പൈസ ഇല്ലാണ്ട് കിടന്ന് കഷ്ടപ്പെടുവാണ്. അപ്പൊ 25,000 രൂപ അവരൊരു കവറിലാക്കി ജീവൻ ജ്യോതിയുടെ അത് തന്നു. രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇന്ന്. തീർച്ചയായിട്ടും വെച്ചിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്ത് ഇവളെയും കൊണ്ട്, ഇവളും സൈൻ ചെയ്ത് ഞാനും സൈൻ ചെയ്ത് ഞാൻ കൊണ്ട് പോകുന്നു. തീർച്ചയായിട്ടും ഈ 10 എന്നുള്ളത് അതിനേക്കാൾ ഒരുപാട് ആക്കണം. അതെ അതെ, ഇനി ഇതൊക്കെ തുടങ്ങി നല്ല ഇതാവട്ടെ. ഞങ്ങളും എല്ലാവിധ സപ്പോർട്ടും സഹകരണമായിട്ട് ചേച്ചിയോടൊപ്പം സപ്പോർട്ടും സഹകരണം വേണം. പിന്നെ നമുക്ക് ഇതൊക്കെ ഒരു ഇതാവട്ടെ, അടിപൊളി എന്താ പറയാ, നമുക്ക് വീണ്ടും എടുക്കാം, കാണാം. തീർച്ചയായിട്ടും. അപ്പം ചേച്ചി വീണ്ടും നമ്മൾ വലിയ ഒരുപാട് സിനിമകളിലൂടെ വീണ്ടും ചേച്ചിനെ കാണാൻ കഴിയട്ടെ. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നന്ദി.